അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ നുസ്രത്ത് സ്ഥാപനങ്ങളുടെ പ്രധാന അധ്യാപകനും കേരളത്തിലെ മത ബൗദ്ധിക വൈജ്ഞാനിക അന്വേഷണങ്ങളിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ഇർഷാദ് ബന്താവൂരിലെ മുദരിസും, മുമ്പ് കാലം മുതലേ പല ദൈക്ഷണിക ആലോചനകളും നടത്തുകയും വിവിധ ലേഖനങ്ങളും പഠനങ്ങളുമൊക്കെ എഴുതുകയും ചെയ്ത ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി സിദ്ദീഖി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒരുപാട് ചർച്ചകളും സംവാദങ്ങളുമൊക്കെ യുക്തിവാദികളുമായും നവനാസ്തികരുമായും ഫ്രീ തിങ്കേഴ്സുമാരുമൊക്കെ സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ഒരുപാട് വിവിധ തരത്തിലുള്ള പഠനങ്ങളൊക്കെ തയ്യാറാക്കി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സഫീർ താനാളൂർ അവറുകൾ, അല്ലാഹു തആല നമ്മുടെ ഈ ചർച്ച അതിൻ്റെ ഫലത്തിലെത്തിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ചർച്ച കൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമകാലിക കേരളത്തിൽ യുക്തിവാദികളുമായും ലിബറലിസവുമായും ഒക്കെ വിവിധ സംവാദങ്ങൾ സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് നാം എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉന്നയിക്കുകയും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുകയും ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അവഹേളിക്കുകയും ചെയ്യുന്ന നവനാസ്തികതയും പുതിയ ഫ്രീ തിങ്കേഴ്സുമൊക്കെ സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇൽമുൽ കലാമിനെ കുറിച്ചും അതുപോലെ തന്നെ ഇത്തരം വിഭാഗങ്ങളെ പ്രതിരോധിക്കേണ്ടതിനെക്കുറിച്ചിട്ടുള്ള ആലോചനകളുമൊക്കെ വളരെ ശക്തമായി തന്നെ മുസ്ലിങ്ങൾക്കകത്തും മറ്റു മതങ്ങൾക്ക് അകത്തുമൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇൽമുൽ കലാം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ വിജ്ഞാന ശാഖ അഥവാ പഴയകാലം മുതൽ തന്നെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ വികസിതമായ അതിന് അക്കാലത്തുണ്ടായ വിവിധ ചിന്താ പദ്ധതികളെയും വിവിധ ചിന്താധാരകളെയും ഒക്കെ പ്രതിരോധിക്കുന്നതിൽ വലിയ സംഭാവനകൾ അർപ്പിക്കുകയും വലിയ ആലോചനകൾ നമുക്ക് പങ്കുവെക്കുകയും ചെയ്ത ഇൽമുൽ കലാം എന്ന് പറയുന്ന വിജ്ഞാന ശാഖ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലെ മെത്തഡോളജിയും അതിൻ്റെ സംവാദ രീതികളുമൊക്കെ പഠിക്കുകയും നവനാസ്തികതയെയും പുതിയ ചിന്താധാരകളെയും ഒക്കെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് വളരെ സജീവമായി തന്നെ വിദ്യാർത്ഥികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഇൽമുൽ കലാമിൻ്റെ ആലോചനകൾ നടത്താമെന്നും എവിടെയാണ് ഇൽമുൽ കലാം അവസാനിക്കുന്നതെന്നും ഇൽമുൽ കലാമിലൂടെ ട്രാങ്കുലിറ്റി അഥവാ മനഃശാന്തി തുമഅ്നീനത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ആലോചനകളാണ് ഈ ചർച്ചയിൽ നാം പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ നമുക്ക് വളരെ പ്രഗത്ഭരായ ഫാക്കൽറ്റീസ് തന്നെയാണ് നമ്മളോട് ഇടപെട്ട് കൊണ്ട് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിലുള്ള ആദ്യമായി ഞാൻ സഫീർ താനാളൂരിലേക്കാണ് പോകുന്നത്. അദ്ദേഹം നിരവധി യുക്തിവാദികളുമായും മറ്റുമൊക്കെ വിവിധ തരത്തിലുള്ള പഠനങ്ങളും സംവാദങ്ങളുമൊക്കെ ഏർപ്പെട്ട ഒരാളെന്ന നിലക്ക് ഈ സംവാദങ്ങൾ എങ്ങനെയാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നതെന്നും ആ സംവാദങ്ങൾ യഥാർത്ഥത്തിലൊക്കെ നമുക്ക് ഗുണപരവും ദോഷവുപരമായ എഫക്റ്റുകൾ ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായി അദ്ദേഹം നമ്മോട് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ആദ്യമായി അദ്ദേഹത്തെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇങ്ങനെയുള്ള ദൈക്ഷണിക വൈജ്ഞാനിക മേഖലയിൽ എത്തപ്പെട്ട ഒരാളാണ് ഞാൻ.
ഇതര മത പ്രത്യയശാസ്ത്ര വക്താക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ മുസ്ലിങ്ങൾക്ക് നിരന്തരം നമ്മുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പൊതുബോധത്തെ പറഞ്ഞ് തൃപ്തിപ്പെടുത്തി ബോധ്യപ്പെടുത്തേണ്ട ഒരു അധിക ബാധ്യതയുണ്ട്. നമ്മളിങ്ങനെ നിരന്തരം പരിഹാസങ്ങളും ചോദ്യം ചെയ്യലുകളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ എത്തിപ്പെട്ട ഒരാളാണ്. അല്ലാതെ അക്കാദമിക്കലായിട്ട് പഠിച്ച് എത്തിപ്പെട്ട ഒരാളല്ല. എനിക്ക് തോന്നുന്നു അത്തരം ചില നമ്മുടെ പൂർവികരൊക്കെ ഈ ഇൽമുൽ കലാമൊക്കെ രൂപപ്പെടുന്നത് അത്തരം ചില സാഹചര്യങ്ങൾ ആണ് നമുക്ക് പറയാൻ പറ്റും തോന്നുന്നു അല്ലേ. ഈ പിന്നെ ഇത്തരം ചിന്താധാരകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്തകളും അന്വേഷണങ്ങളും അപ്പം നമ്മൾ ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വരും. അപ്പം അതിനെക്കുറിച്ചുള്ള ആലോചനകളും അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലതും അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പം ആ തരത്തിൽ ഇങ്ങനെ ലോജിക്ക്, ഫിലോസഫി, എപ്പിസ്റ്റമോളജി, ഫിലോസഫി ഓഫ് സയൻസ്, ദൈവാസ്തിത്വൻ്റെ തെളിവുകൾ, ഇങ്ങനെയുള്ള ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി അത്തരം ചർച്ചകളുമായി ഇങ്ങനെ മുന്നോട്ട് പോയിരുന്ന ആ ഒരു സമയത്തു നിന്നും പിന്നെ ഇങ്ങനെ പതിയെ അത് തസവുഫുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചിന്തകളിലേക്കും അന്വേഷണങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആ ചോദ്യങ്ങൾ തന്നെയാണ് ശരിക്കും തസവുഫിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ഇവർ പൊതുവേ എപ്പോഴും ഉന്നയിക്കാറുള്ളൊരു വിഷയമാണ് മതങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്നൊക്കെ ഇവർ എപ്പോഴും ആക്ഷേപിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ ആരോഗ്യരംഗത്തെ ചൂഷണത്തിൻ്റെ കാരണം വൈദ്യശാസ്ത്രമാണ് എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു അനാലിസിസ്, ഒരു ഡയഗ്നോസിസാണ്. മനുഷ്യന്മാരുള്ള എല്ലാ മേഖലകളിലും നമുക്ക് പ്രശ്നങ്ങളും ചൂഷണങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പ്രശ്നങ്ങൾ അന്വേഷിക്കുമ്പോൾ മനുഷ്യൻ തന്നെയാണ് ശരിക്കും പ്രശ്നം. മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ മനസ്സ്, ചിന്തകൾ, നമ്മൾ ഇസ്ലാം കൽബിൻ്റെ രോഗങ്ങളായിട്ട് പറയുന്ന കിബർ, ഹസദ്, റിയാ, ഉജുബ്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ സംഘർഷങ്ങളുടെയും തിന്മകളുടെയൊക്കെ അടിസ്ഥാന മൂല കാരണങ്ങൾ ഈ കൽബിൻ്റെ അസുഖങ്ങളാണ്. ഇസ്ലാം കൽബിൻ്റെ അസുഖങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്ന ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ എല്ലാ സംഘർഷങ്ങളുടെയും കാരണം. ഹുബ്ബുദ്ദുന്യ, അധികാരമോഹം, സ്വാർത്ഥത, പിന്നെ ദേഹേച്ഛകളുടെ എല്ലാം തന്നെ ഇതാണ് അടിസ്ഥാന കാരണം. ഇതൊക്കെ ഇസ്ലാമിൽ തെറ്റ് ആണ് എന്നുള്ളതും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇസ്ലാം ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ള ആലോചനകളിലേക്ക് പോകുമ്പോഴാണ് ഇതൊക്കെ തസവുഫിലാണ് ഇതിൻ്റെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു ഈ കൽബിൻ്റെ ആത്മസംസ്കരണവും കൽബിൻ്റെ ശുദ്ധീകരണമൊക്കെ തസവുഫിലാണ് വരുന്നത് എന്നുള്ളൊരു, പക്ഷേ അപ്പോഴും എങ്ങനെയാണ് എന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നില്ല. തസവുഫിലാണ് ഇതെല്ലാം വരുന്നത് എന്നറിയാം. അപ്പോഴാണ് പിന്നെ ആ ഒരു മേഖലയിലേക്കുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നത്. പിന്നെ അതുപോലെ ഈ എന്താണ് ഇന്നത്തെ കാലത്ത് മതത്തിൻ്റെ ഒരു പ്രസക്തി, എന്തിനാണ് മതം എന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. എന്താണ് മതം കൊണ്ടുള്ള ആവശ്യം എന്നൊക്കെ. ഇതിനുള്ള ഉത്തരങ്ങൾ ചിലപ്പം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഇപ്പോൾ ഫലസ്തീനിലെ പലരെയും ഇപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഒരു റിപ്പോർട്ടൊക്കെ വന്നിരുന്നു. ഫലസ്തീനികളുടെ ആ യുദ്ധമുഖത്തും ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും അവരുടെ ആ ഒരു സമാധാനവും അവരതിനെ നേരിടുന്ന രീതിയും ധീരതയൊക്കെ അത് കണ്ടിട്ട് ആളുകൾ, യൂറോപ്യൻസ്, അമേരിക്കൻസ്, അവർ യുവത്വം ഖുർആൻ പഠിക്കണം, അതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും അവരെങ്ങനെയാണ് ഇപ്പോൾ ഈ അടുത്ത് ഷഹീദായ ഖാലിദ് നബ്ഹാൻ, എന്തായിരുന്നു ഒരു പേര്, ഖാലിദ് റൂഹ് എന്ന് വിളിക്കുന്ന, അങ്ങനെ ആ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മരിച്ചു കിടക്കണം, മരണത്തിൻ്റെ മുന്നിലും ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ആ ഒരു ഇത് നമ്മൾ അതേസമയം മറ്റൊരു ലോകത്ത് എല്ലാ സൗകര്യങ്ങളും ആഡംബരങ്ങളും എല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ ടെൻഷനും ഡിപ്രഷനും ആങ്സൈറ്റിയും
അവർ മരണത്തിൻ്റെ മുമ്പിലും പുഞ്ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെ നിൽക്കുന്നു. നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാത്തിനെക്കുറിച്ചും ടെൻഷനും സ്ട്രെസ്സുമാണ്. ജോലിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും നാളെക്കുറിച്ചും. അപ്പോൾ അതിൻ്റെ പിന്നാലെയുള്ള അന്വേഷണങ്ങളും എത്തിച്ചേർന്ന് ഒറ്റവാക്കിൽ നമുക്ക് അത് അവരുടെ ഈമാൻ്റെ ശക്തിയാണെന്ന് പറയാം. പക്ഷെ എന്താണ് ഈമാൻ, എങ്ങനെയാണ് ഈമാൻ അവരുടെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള അന്വേഷണങ്ങളുടെ പിന്നാലെ പോകുമ്പോഴും അതും എത്തിച്ചേരുന്നത് തസവുഫിലേക്കാണ്. അത് ഇൽമുൽ കലാമിലൂടെ നമുക്ക് അങ്ങനെ അത്രയും ഒരു കുറേ ലോജിക്കലായിട്ട് ഫിലോസഫിക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. തസവുഫിലാണ് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്നുള്ളൊരു ബോധ്യത്തിലേക്ക്, ഒരു തിരിച്ചറിവിലേക്കൊക്കെ വരുന്നത്. അപ്പോഴാണ് കൂടുതൽ ഈ തസവുഫ് അധിഷ്ഠിതമായിട്ടുള്ള അത്തരം നമ്മുടെ ഈ മെൻ്റൽ ഹെൽത്തും സമാധാനവും സൈക്കോളജിയും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊക്കെയുള്ള കൂടുതൽ ചിന്തകളും ആലോചനകളും എഴുത്തുകളൊക്കെ. അതിനു മുമ്പ് നാസ്തികരെയും ലിബറലുകളെയും പ്രധാന പ്രതിപക്ഷത്ത് നിർത്തിയിട്ട് അവരുടെ ചോദ്യങ്ങൾ പ്രതിരോധിക്കുക, അവർക്ക് മറുപടി പറയുക എന്നുള്ള ആ ഒരു ലൈൻ വിട്ടിട്ട് എല്ലാവരും വിടണമെന്നല്ല കേട്ടോ. അത് കുറേ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും ഇങ്ങനെ പോകണ്ട. നമ്മൾ കുറച്ച് ഇസ്ലാം എന്തിനാണ്, ഇസ്ലാം കൊണ്ട് ആളുകളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു ആലോചനയിൽ നിന്നൊക്കെ നമ്മുടെ ഈ മെൻ്റൽ ഹെൽത്ത് ക്രൈസിസിനും ഒക്കെ ഉള്ള അങ്ങനെ ഇസ്ലാം എന്താണ്, എന്ത് പരിഹാരമാണ് മുന്നോട്ട് വെക്കുന്നത്, ഇസ്ലാം എങ്ങനെയാണ് അത് പരിഹരിക്കുന്നത് എന്നുള്ള ആലോചനകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ നമ്മളൊക്കെ ഈ മുസ്ലിങ്ങളടക്കം ഇങ്ങനെ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്നുള്ള മോഡേണിറ്റിയുടെ ലിബറലിസത്തിൻ്റെ ആശയങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മളത് അച്ചീവ് ചെയ്യുക, അതിലൂടെ സമാധാനം നേടിയെടുക്കാം എന്നുള്ള ഇങ്ങനെയുള്ള പല ആശയങ്ങളും മോഡേണിറ്റിയുടെ ലിബറലിസത്തിൻ്റെ ഈ സെക്യുലറിസത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഇപ്പോൾ അവരുടെ എക്കണോമിക് തിയറികളാണെങ്കിലും അവരുടെ സൈക്കോളജിക് തിയറികളാണെങ്കിലും അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നത് കൂടി നമ്മളറിയാതെ തന്നെ നമ്മൾ ഡൈസ്റ്റുകളായി മാറുന്നുണ്ട്. ഡൈസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലൊന്നും ഇടപെടാത്തൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് ഡൈസ്റ്റുകൾ എന്ന് പറയാം. മറ്റത് നമ്മൾ തീസ്റ്റുകളാണ്. പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഇടകൊട്ട് നിയന്ത്രിക്കുന്ന അള്ളാഹുവിലാണ് നമ്മൾ വിശ്വാസം. അപ്പോൾ ഈ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ദൈവരഹിതമാണ്. അപ്പോൾ അതിൻ്റെ തിയറികളൊക്കെ എടുക്കുമ്പോൾ തന്നെ സെക്യുലർ എക്കണോമിക്സിൽ നമുക്ക് ബർക്കത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ തിയറികൾ അതുപോലെ നമ്മളിങ്ങനെ വിശ്വസിക്കുമ്പോൾ സെക്യുലർ. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്ന ഒരാൾ അപ്പോൾ അതിൽ അവർ പറയുന്നത് ഈ അമിത ചിന്ത, ഓവർ തിങ്കിങ്, ആങ്സൈറ്റിൻ്റെ ഒക്കെ കാരണം നമുക്ക് സെൽഫ് ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്, നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് മുസ്ലിങ്ങൾ അത് ശരിയാണ്, ഓക്കെ, എനിക്ക് എന്നിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ നാളെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഈ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ്? നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നാളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയോ ആശങ്കകളുണ്ട്, എന്താവുന്നുള്ള അങ്ങനെയുള്ളൊരു ബേജാറിലാണ് ഇങ്ങനെ ഓവർ തിങ്കിങ്ങും നമുക്കൊരു ആങ്സൈറ്റി ഒക്കെ വരുന്നത്. അത് ശരിക്കും തവക്കുലില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ സെൽഫ് ട്രസ്റ്റ് ഉണ്ടാക്കുക? ഞാനാണ് ഇതിൻ്റെ പടച്ചോനെ, ഇത് മുഴുവൻ എൻ്റെ നിയന്ത്രണത്തിലാണ്, നാളെ മുഴുവൻ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയാണ് നടക്കാൻ പോവുക എന്നുള്ള അൺസർട്ടനിറ്റി ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു അനിശ്ചിതത്വങ്ങൾ. ഈ പ്രപഞ്ചത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അനിശ്ചിതത്വങ്ങൾ. മോഡേണിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് ഈ അനിശ്ചിതത്വങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള അനിശ്ചിതത്വങ്ങളെ ഇല്ലാതാക്കാനാണ് പടച്ചോൻ നമ്മോട് പറയുന്നത്. ഇസ്ലാം പറയുന്നത് അതിൽ സമാധാനം കണ്ടെത്താനാണ്. അള്ളാഹുവിൽ യക്കീൻ ഉണ്ടാക്കിയിട്ട്, അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചിട്ട്, ഈമാൻ നേടിയെടുത്തിട്ട് ഈ അനിശ്ചിതത്വത്തിലും സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പടച്ചോൻ പറയുന്നത്. ഇസ്ലാമിൻ്റെ അധ്യാപനം അങ്ങനെയാണ്. നമുക്ക് ഈ അനിശ്ചിതത്വങ്ങളെ പരീക്ഷിക്കും എന്നുള്ളത് അള്ളാഹിൻ്റെ പ്രോമിസാണ്. എല്ലാം കൊണ്ടും പരീക്ഷിക്കും. അത് നമുക്ക് എങ്ങനെ തിയറിയും ഉണ്ടാക്കി കഴിഞ്ഞാലും അതിനെ നമുക്ക് മറികടക്കാൻ കഴിയില്ല. ആ പരീക്ഷണങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം, ആ പരീക്ഷണങ്ങളുടെ മുഖത്തും എങ്ങനെ നമുക്ക് സമാധാനത്തോടെ ശാന്തമായിരിക്കാം, അതിനുള്ള മാർഗം അള്ളാഹുവിൽ നമുക്ക് ആ ഉറച്ച യക്കീൻ ഉണ്ടാകുക എന്നുള്ളതാണ്.
ആ യക്കീനിലേക്ക് എത്താനുള്ള മാർഗം അത് തസവുഫാണ്. അത് കുറച്ചുകൂടി ഇപ്പോൾ വിശദമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒന്നാമത് ഈ തസവുഫ് അതങ്ങനെ ഒരു ദൈക്ഷണികമായിട്ട് വൈജ്ഞാനികമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അക്കാദമിക്കൽ ഒരു ഫോമില്ല. അതായത് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നമ്മൾ ഈമാൻ്റെ കാര്യങ്ങൾ, ആ ജ്ഞാനത്തെ നമ്മുടെ കൽവിൻ്റെ അവസ്ഥകളാക്കി മാറ്റുക, നമ്മുടെ മനോഭാവമാക്കി മാറ്റുക, സ്വഭാവം പെരുമാറ്റമാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും. അതിനെ നമുക്കിങ്ങനെ എങ്ങനെ ഇരുന്ന് കുറേ ക്ലാസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. അത് തലയിൽ നിന്ന് കൽബിലേക്ക് ഇറക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഇത് സംഭവം. അതിനുള്ള മാർഗം അപ്പോൾ അത് അത്തരത്തിലുള്ള ഈ ഹാലുകളുള്ള ആളുകളുമായിട്ടുള്ള അവരുടെ സുഹബത്തിലൂടെയും തസ്കിയത്തിലൂടെയും തർബിയത്തിലൂടെയൊക്കെ ആണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞത്. അതല്ല ഒരു ദൈക്ഷണികമായിട്ടുള്ള ഇൽമുൽ കലാം പോലെയുള്ള. ഇപ്പോൾ നമ്മൾ ഇൽമുൽ കലാമിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ എങ്ങനെന്തോ പഠിച്ചെടുത്ത് മനസ്സിലാക്കി കിതാബൊക്കെ വായിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ പോകും. അത് അങ്ങനെയല്ല, അതൊരു ദൈക്ഷണിക പ്രോസസ്സല്ല. അത് ദൈക്ഷണികമായിട്ട് മനസ്സിലാക്കിയ സാധനങ്ങളെ കൽബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു ഇതാണ്. ബാക്കി വിഷയങ്ങൾ ഞാൻ വളരെ കൗതുകത്തോടു കൂടി നമ്മുടെ സഫീറിൻ്റെ സംസാരം ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇൽമുൽ കലാമിൽ നിന്ന് തസവുഫിലേക്കുള്ള, അല്ലെങ്കിൽ ഇൽമുൽ കലാമും തസവുഫും തമ്മിലുള്ള ഒരു സാമഞ്ജസ്യത്തെക്കുറിച്ച്, അങ്ങനെ വാക്കുണ്ടോയെന്നൊക്കെ അറിയില്ല, ഞാനുണ്ടാക്കിയാണ് കുറിച്ചാണ് ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ കുറേ ആളുകളുടെ അനുഭവങ്ങളാണ് എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നത്. അതിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ പറയാൻ തോന്നും. ആദ്യം എനിക്കൊരു പേടിയുണ്ട്, ഇത് കഴിയുമ്പോഴേക്കും നിങ്ങളൊക്കെ കൂടി ഇപ്പോൾ ഔലിയാക്കന്മാരായി മാറുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതാണിപ്പോൾ എനിക്ക്. കാരണം വലത്തും ഇടത്തിരിക്കുന്ന രണ്ടാൾക്കാരും ഏകദേശം ഈ ഇൽമുൽ കലാം വിട്ടിട്ട് തസവുഫിലെത്തിയിടതൊക്കെ തോന്നുന്നു. ഞാനാണെങ്കിൽ ഇപ്പോഴും ഈ മുത്തക്കല്യമായിട്ട് തന്നെ തുടരുന്ന അവസ്ഥയിലാണുള്ളത്. എങ്കിലും ഈ ഒരു ട്രാങ്കുലിറ്റിയെക്കുറിച്ച് എനിക്ക് നിങ്ങളൊന്നിങ്ങനെ ഈ സമയം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങളെ ഒന്ന് ഉണർത്താനും കൂടിയാണ് ഞാൻ പറയുന്നത്. ട്രാങ്കുലിറ്റിയെക്കുറിച്ചുള്ളൊരു അതിനെക്കുറിച്ചുള്ള ഒരാശയം നമ്മളെടുത്തിട്ടുണ്ട്. അതിനെ സഫീർ പറഞ്ഞ പോലെ അതിങ്ങനെ വരച്ച് എഴുതി ചിത്രീകരിച്ച് കാണിച്ചു തരാൻ പറ്റുന്നൊരു സാധനമല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന 2 അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങാം. അങ്ങനത്തെ ഒരു 2-3 അനുഭവങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ സമയത്തും അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ മനസ്സിൽ പറഞ്ഞപ്പോൾ വന്നൊരു സംഭവം. ഒരിക്കൽ ഒരു വാപ്പ പിന്നെ അവൻ്റെ മകനെയും കൂട്ടിയിട്ട് നമ്മുടെ കോളേജിൽ വന്നു. അപ്പോൾ അവന് പറഞ്ഞു, വാപ്പ നമ്മളെ സജീവമായ സുന്നി ഗ്ലോബൽ എന്തൊക്കെ പണ്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, വോയിസ് അല്ലേ, SGV ഒക്കെ ഉണ്ട്, അതിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും അതിൻ്റെ ആ ഒരു പാരമ്പര്യമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, സ്വാഭാവികം. പക്ഷേ മകനെ കൂട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞത്, മകന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആയിക്കോട്ടെ, ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാനും നമ്മളെ പുഴക്കാട്ടിനുണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മകന് നമ്മളെ അടുത്തേക്ക് വന്നിട്ട് സലാമൊക്കെ ചൊല്ലിയിട്ട് വന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ 2 കൊല്ലമായിട്ട് മുനാഫിക്കായിരുന്നു, ഇപ്പം മുർത്തദാണെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു, 2 കൊല്ലമായിട്ട് ഞാൻ മുനാഫിക്കായിരുന്നു, ഇപ്പോൾ മുർത്തദാണ്. അപ്പോൾ ദൈവത്തിൽ വിശ്വാസമല്ലേ, അള്ളാഹുൽ വിശ്വാസമല്ലേ? ഇല്ല, വിശ്വാസമല്ല.
അപ്പോൾ ഞങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞത് ഖുർആനിൽ ശാസ്ത്രവിരുദ്ധമായ സംഗതികളുണ്ട് എന്നാണ് മൂപ്പരൊരു പോയിൻ്റ്. അപ്പോൾ ഏതാണ് ആയത്ത്, എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു. 1-2 ഉസ്താദന്മാരോട് ഞാൻ ചോദിച്ചു. അതിനൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ടറി ആൻസർ കിട്ടിയില്ല. അദ്ദേഹം ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഖുർആനിപ്പോൾ സത്യമാണെങ്കിൽ ഈ ശാസ്ത്രത്തിന് എതിരാൻ പറ്റില്ല. കാരണം ഈ അള്ളാഹു അല്ലേ ഈ പ്രപഞ്ചമൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഇത്രയും വളരെ വ്യക്തമായ ശാസ്ത്രീയമായ ആശയങ്ങൾക്കെതിരെ ഖുർആനിലുണ്ടാകാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പോൾ നമ്മളാ പറഞ്ഞതിനൊക്കെ മറുപടി പറഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല, ആ സംശയങ്ങൾക്കൊക്കെ അവിടുന്ന് നമ്മൾ അവന് ഏറെക്കുറെ സംതൃപ്തിയാവുന്ന രൂപത്തിൽ തന്നെ മറുപടിയൊക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് ഷഹാദത്തൊക്കെ ചൊല്ലി ആണ് അദ്ദേഹം പോയത് കേട്ടോ. എന്നിട്ട് എനിക്ക് ഇനിയും കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വിട്ടു. അതിൻ്റെ ശേഷം വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഞാനും അയാളും പിന്നെ ഈ നമ്മൾ ഒരു സുഹൃത്ത് നമ്മളെ നാസർ ഉസ്താദിനെ എന്തുകൊണ്ട് നമ്മൾ കൂട്ടി, പിന്നെ സയൻസായിട്ടൊക്കെ കുറച്ചൊക്കെ ഒരു പരിചയമുള്ള ഒരാളെയും കൂട്ടി. സയൻസൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണ്ടെന്ന് എഴുതി. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം സയൻസ് വിദ്യാർത്ഥി ആയിരുന്നില്ല. അദ്ദേഹം ഒരു എഞ്ചിനീയർ. പക്ഷെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കുറേ പരിണാമം മറ്റും മറിച്ചൊക്കെ കുറേ വായിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ച ആരംഭിച്ചപ്പോൾ പരിണാമത്തിനെക്കുറിച്ച്, പരിണാമം എന്നത് ദൈവാസ്തിക്യത്തെ നിഷേധിക്കുന്നു എന്നുള്ള രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോൾ പരിണാമം എന്ന സംഭവം അത് ശരിയല്ല എന്ന് ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ സയൻസ് അറിയുന്ന ആളെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് വാദിക്കാൻ തുടങ്ങി. അങ്ങനെ അത് സയൻറ്റിഫിക്കലി പ്രൂവണല്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ശാസ്ത്രീയമായ കുറേ സംഗതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഇദ്ദേഹം പറഞ്ഞു, ഇയാളോട് ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല, കാരണം ഇദ്ദേഹത്തിന് സയൻസ് ഒരു ചുക്കും അറിയില്ല, അതുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. കാരണം ഇദ്ദേഹം ഇവിടെയൊക്കെ പുസ്തകമൊക്കെ വായിച്ചു ഇതൊക്കെ വന്നിട്ട് പറയാണ്, ഞാനൊരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊക്കെ ഫൗളാണ്, അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാസർ ഉസ്താദ് ഞാൻ പറഞ്ഞാൽ അവിടെ ശാസ്ത്രം നമുക്കും അറിയില്ലല്ലോ, നമ്മൾ ശാസ്ത്രമൊന്നുമല്ല, നമ്മളതല്ലാതെ പറയാമെന്നാണ്. അങ്ങനെ ഞങ്ങൾ ഇൽമുൽ കലാം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അല്ലാഹ്, ഇൽമുൽ കലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പിന്നെന്താണ് ലാലമു മുത്തഗയ്യിർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങി. അതൊക്കെ അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ടേമുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, സ്തബ്ധനായിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സാധനം ഒരു ചുക്കും അറിയില്ല എന്നാണ്. നിങ്ങൾ പറയേണ്ട ഒന്നും ഒക്കെ മനസ്സിലാണില്ല എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് വളരെ സിമ്പിളല്ലേ, ഓരോന്നിങ്ങനെ അപ്പോൾ ഒക്കെ സമ്മതിക്കാനാണ് സമ്മതിക്കണില്ല. എന്താ സമ്മതിക്കുന്നില്ല? അപ്പോൾ ലോകം മാറ്റങ്ങൾക്ക് വിധേയമാണ്, സമ്മതിക്കൂല. അവിടെ തന്നെ സമ്മതിക്കണില്ല. ലോകം മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന് പറയുമ്പോൾ അത് അയിമത്തന്നെ നിഷ്കാലവും പേർക്ക് അങ്ങനെ പിന്നെ ചലനം നിശ്ചലനം ഇത് എന്താണ്, അതിന് ഒരു വേറെ ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമുണ്ട്, ഒരു മൂവർ ആവശ്യമുണ്ട്. ഇതൊക്കെ കൊണ്ട് സമ്മതിച്ച് കിട്ടാൻ ദിവസങ്ങളെടുത്തൊരു മാസത്തോളം ചർച്ച ചെയ്തിട്ടാണ് അദ്ദേഹം സമ്മതിച്ചു. നിങ്ങൾക്ക് ഈ പറയേണ്ടതൊക്കെ എനിക്ക് പുതിയ ഇൽമാണ്, പുതിയ വിവരങ്ങളാണ്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ലോകത്തിന് സൃഷ്ടാവ് ആണെന്ന് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തു, നിർത്തി. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും കൂടി പഠിക്കട്ടാറുണ്ട്. പിന്നെ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഈ സാധനമൊക്കെ പഠിച്ചിട്ടാണ് വന്നിട്ട്. അയാൾക്കിത് പുതിയ അറിവാണ് ഇതൊക്കെ. എന്നിട്ട് അദ്ദേഹം പിന്നെ വാദിക്കാൻ തുടങ്ങി. ഇന്നെ ഈ പറഞ്ഞതോ ഞാൻ ആദ്യം പറഞ്ഞൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ അതിനെയും കണ്ണിച്ചു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മൂപ്പര്. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ അതിനൊക്കെ ഗണ്ണിച്ചപ്പോൾ മൂപ്പർക്ക് ആ ഗണ്ണനങ്ങളൊക്കെ തൃപ്തികരായി. പക്ഷെ പിന്നെ മൂപ്പര് ഞാനൊന്നുകൂടി വായിച്ചു വരാറുണ്ട്, പിന്നെയും അതിൻ്റെ ഗണ്ണനങ്ങളുമായി വന്നു. അപ്പോൾ എന്താ സംഭവം? ഇതിപ്പോൾ എല്ലാം അടങ്ങിയ കിതാബ് ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ടല്ലോ, മനസ്സിലായില്ലേ? എല്ലാം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പറയുന്ന ആർഗ്യുമെൻറ്റുകൾ അതിൽ ഗൂഗിളിൽ പരിശോധിക്കുകയും അതിനെ എതിർക്കാനുള്ള അതിനെ പൊളിക്കാനുള്ള ആർഗ്യുമെൻറ്റുകൾ അതിലുണ്ടാവും. അതിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ റദ്ദ് പറയുമ്പോൾ പിന്നെയും അതിനെ പൊളിക്കാനുള്ള ആർഗ്യുമെൻറ്റുകൾ നോക്കിയിട്ട് പരിശോധിച്ചിട്ട് അതിട്ട് വരികയാണ്.
അങ്ങനെ പിന്നെ അദ്ദേഹം ഒരു സംവാദകനായി മാറി. ഒരു കുഫറിൻ്റെ സംവാദകനായി മാറി അദ്ദേഹം ഒരു സാധാ ഒരു നിലവാരത്തിലുള്ള കാഫിറായിരുന്നു. പിന്നെന്തായി, ഒരു അസദ്ദുൽ കുഫറിൻ്റെ ആളായി മാറി. അപ്പോൾ എന്നാൽ ഇനി വേറൊരു രണ്ട് അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മളെ എൻ്റെ അടുത്തുള്ള അനുഭവങ്ങളൊക്കെ അങ്ങനത്തെ 2 അനുഭവങ്ങളാണ്. വേറൊരു സംഭവം പറഞ്ഞാൽ, ഒരാൾ ഒരു PSC പരീക്ഷ, അത് എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. PSC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു ചോദ്യം, ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട് എന്നാണ്. അപ്പോൾ ഇയാളിങ്ങനെ നോക്കിയിട്ട് ഖുർആനിൽ, പിന്നെ ഇയാൾക്കറിയില്ല എന്താ ഖുർആനിൽ സൂറത്ത് പറഞ്ഞാൽ തന്നെ ഇയാൾക്കറിയില്ല, അധ്യായങ്ങളോ അങ്ങനെ എന്തോ ചോദിച്ചു, സൂറത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് അടുത്തിരിക്കുന്ന ആളെ പേര് ഹാരിസ് എന്നാണ്. അത് നേരത്തെ അങ്ങനെ ഇപ്പോൾ ഹാരിസ് അല്ലേ, അപ്പോൾ മുസ്ലിം വരുമ്പോൾ ഖുർആനെ കുറിച്ചുള്ള ചോദ്യം. അപ്പോൾ ഇയാളോട് ചോദിച്ചു, ഇയാൾ എന്താണ് ഈ ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, 114, 144, 113 അങ്ങനെ എന്തോ ഒരു 3 ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഇയാൾ പറഞ്ഞു 113 അല്ല, 144, 114 ആണെന്ന് ഇയാൾ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞു, അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ഇയാളിങ്ങനെ ചിന്തിക്കാണ്, ഖുർആനിൽ എത്ര സൂറത്തുണ്ടെന്ന് ചോദിച്ചല്ലോ, അപ്പോൾ ഈ പിന്നെ ഖുർആൻ എന്താ ഇത്ര ഒരു ഇത്ര പഠിക്കേണ്ടതായ ഒരു സാധനമാണോ? എന്താണ് ഈ ഖുർആൻ? അയാൾക്കത് ഭയങ്കര ജിജ്ഞാസയായി മാറി. പിന്നെ അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് അത് പിന്നെ ഈ ഖുർആൻ എവിടെ ഉള്ളത് കിട്ടുക എന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം പിന്നെ ഒരാൾ വന്നപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളടുത്ത് ഖുർആൻ കിട്ടുമെന്ന് ചോദിച്ചു. ഖുർആൻ്റെ പരിഭാഷയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കിട്ടാൻ പൈസ കൊടുത്തു, 50 ഉറുപ്പ്യ അഡ്വാൻസ് ഒക്കെ കൊടുത്തു. പിന്നീട് അദ്ദേഹം ഇതായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുക്കാൻ ക്യാഷില്ല. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അവസാനം അദ്ദേഹം പിന്നെയും ഇതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. അത് എവിടെ നിന്നൊക്കെ ആരോടൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. കുറേ പുസ്തകങ്ങളൊക്കെ കിട്ടി. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഭയങ്കര ഭയം, പേടിയൊക്കെ വരാൻ തുടങ്ങി. അദ്ദേഹമാണെങ്കിൽ നല്ല ഒരു ഹൈന്ദവ സമൂഹത്തിൽ ജീവിച്ച ഒരാളാണ്. ശരിക്കും അതിൻ്റെ എല്ലാവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്ന ഒരു ഇതിൽ വന്ന ഒരു. അങ്ങനെ അദ്ദേഹം പിന്നെ ഖുർആൻ്റെ പരിഭാഷ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഇതിൽ നരകവും പിന്നെ ഇതൊക്കെ ഉണ്ടാവും, ഇത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്നൊക്കെ അത് കേട്ടിട്ട് ഇദ്ദേഹത്തിന് പേടി വരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഇസ്ലാം ആകാനുള്ള മാർഗ്ഗം ഇതൊക്കെ പുസ്തകം വായിച്ച് അയാൾ ഷഹാദത്തൊക്കെ ചൊല്ലി അയാൾ പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ നിസ്കാരക്രമങ്ങൾ വായിച്ചിട്ട് അതിലുള്ളത് പോലെ നിസ്കരിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക്, ഇതൊക്കെ ആരും അറിയില്ല, ഇയാൾ ഒറ്റക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇയാൾ ഒരിക്കൽ നിസ്കരിക്കുന്നത് ഈ ജോലിക്കാരൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കണ്ടു. സാധാരണ വാതിലൊക്കെ അടച്ചിട്ട് അയാൾ ചെയ്യാറുള്ളത്, പക്ഷെ എങ്ങനെയോ അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്താ ഇങ്ങനെ ചെയ്യുന്നത്, അത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ മുസ്ലിമാണ് ഇങ്ങനെ പോരാ, അതിന് കുറേ സംഗതികളൊക്കെ ഉണ്ട്, ഷഹാദത്ത് ചെല്ലണം, അതൊക്കെ ചെല്ലിയിട്ടെന്ന് നമുക്ക് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിനെ ചൊല്ലിക്കൊടുത്തു, പറഞ്ഞു. പിന്നെ അദ്ദേഹം അങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ പഠിച്ചു ഇങ്ങനെ ഒരു ഇസ്ലാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്നുമായി ബന്ധപ്പെട്ടത് ഉംറ അനുരാഗിയുടെ തീർത്ഥാടനം എന്നുള്ള ആ പുസ്തകം വായിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് എന്നായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ ഒരു വായനക്കാരനാണ്, മനസ്സിലായി. അങ്ങനെ വന്നു. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഹെൽപ്പൊക്കെ ചെയ്തു. അങ്ങനെ ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഉള്ളത്, ഇപ്പോൾ ഉംറ ചെയ്തിട്ട് അവിടുന്ന് വിളിച്ചിരുന്നു എനിക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മയുണ്ട്. അദ്ദേഹം അമ്മയോട് പറഞ്ഞു ഞാനിങ്ങനെ പിന്നെതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അമ്മ മുസ്ലിമായി, ഭാര്യ മുസ്ലിമായി, പിന്നെ ചെറിയ കുട്ടിയുണ്ട്. അങ്ങനെയുള്ളൊരു ഞാൻ പറയുന്നത് രണ്ട് സാധനങ്ങളെ ഞാനിവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഫലമ്മ സാഹു അസാഖല്ലാഹു ഖുലൂബഹു എന്നാണ് അല്ലേ. നമ്മളിപ്പോൾ നമ്മൾക്ക് അള്ളാഹു താല നൽകിയ ഒരു അക്കൽ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരും തർക്കിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ അത് ജയിക്കാൻ വേണ്ടി മാത്രം എന്ന ഒരു നീയത്തിൽ നമ്മളതിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് സംശയവും തീരൂല, നമുക്ക് പിന്നെ എന്താ പറയില്ല, നമുക്ക് എത്താനും സാധിക്കൂല.
എന്നാൽ നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കിട്ടണമെന്ന ഒരു ഇതോടുകൂടെ അത് അല്ലേ അള്ളാഹു താല പറഞ്ഞു പറഞ്ഞത് ഹുദല്ലിൽ മുത്തഖീൻ എന്നൊക്കെയാണല്ലോ പറഞ്ഞു. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഫാസിഖീൻ എന്ന് പറഞ്ഞു. ഫാസിഖീങ്ങളെ ഹിദായത്താക്കൂല. പിന്നെ ആരാണ് അള്ളാഹുവിനെ എന്താണ് ഭയപ്പെടുക, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു നല്ല വിചാരം ഉണ്ടെങ്കിൽ അതിലേക്കുള്ളൊരു വഴി അള്ളാഹു താല എളുപ്പമാക്കുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഭയങ്കരമായ ഒരു സിലോജിസം അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ ബൗദ്ധിക വ്യവഹാരങ്ങൾ ദൈക്ഷണിക ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിപ്പെടാൻ പറ്റും. ഒരു ഉള്ളിലൊരു നന്മയുടെ ഒരു അംശം ഉണ്ടാവണം എന്നുള്ള. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്താ പറ്റൂല, എത്തിപ്പെടാൻ പറ്റൂല, ഉള്ളിലൊരു വക്രത ഉണ്ടെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ്. ഇന്ന് അതിൻ്റെ തുടർച്ചയിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ ബാരിസ്താദ് അതിൻ്റെ ഒരു ഇതിലേക്ക് പോകും. എനിക്ക് 2-3 കഥകൾ മാത്രമേ പറയാനുള്ളൂ. പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇത് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അത് അടുത്ത ടേണിൽ ബാക്കി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം. മഅ്സൂറായ ദുആകളിൽ ഒരു ദുആണ്ട്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദുനിയ വൽ ആഖിറ. ചില റിവായത്തുകളിൽ അതിൻ്റെ ശേഷം വൽ യഖീന ഫിൽ ആഖിറത്തി വൽ ഊല എന്നും കൂടെ ഉണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾ അള്ളാഹുവിനോട് യഖീൻ ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ വിഷയവും അതാണല്ലോ, ട്രാങ്ക്യുലിറ്റി, സമാധാനം തേടിയാണ് എല്ലാവരും അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തത്വചിന്തകരാണെങ്കിലും കലാകാരന്മാരാണെങ്കിലും കവികളാണെങ്കിലും എല്ലാവരും സമാധാനം തേടി നടക്കുകയാണ്. നമുക്കിപ്പോൾ ഇൽമുൽ കലാമും തസവുഫുമാണ് ഇവിടുത്തെ കേന്ദ്ര വിഷയങ്ങൾ. 2 ട്രാങ്ക്യുലിറ്റി, 2 യഖീനുകളുണ്ട്. ഒന്ന് അഖിലിൻ്റെ യഖീനാണ്, നമ്മുടെ ബുദ്ധിയുടെ ഒരു സമാധാനം. നമ്മുടെ ഉലമാ ഇൽമുൽ കലാം എന്ന പേരിൽ അഖീദ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇസ്തിലാഹുകളും പ്രയോഗങ്ങളും സത്യത്തിൽ അഖിലിൻ്റെ യഖീനാണ്. അതേസമയത്ത് ആത്യന്തികമായ യഖീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ഖൽബിൻ്റെ യഖീനാണ്. ഇതാണ് രണ്ടാമത്തെ യഖീൻ. ഒന്ന് അഖിലിൻ്റെ യഖീൻ, മറ്റൊന്ന് ഖൽബിൻ്റെ യഖീൻ. ഖൽബിൻ്റെ യഖീനാണ് യഥാർത്ഥ ട്രാങ്ക്യുലിറ്റി. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖൽബിന് യഖീൻ കിട്ടുന്നത് ദിക്റുല്ലാഹി കൊണ്ടാണ്. ആദ്യം നമ്മുടെ അഖിലിന് യഖീൻ കിട്ടണം. സന്ദേഹങ്ങളിൽ നിന്നൊക്കെ മാറി ബിദ്അത്തുകാരുടെയും നിർമ്മതവാദികളുടെയും ഇഷ്കാലുകൾക്കൊക്കെ ജവാബ് പറഞ്ഞ് ഉള്ളിലുള്ള സന്ദേഹങ്ങളൊക്കെ മാറുമ്പോൾ ആണ് അഖിലിന് യഖീൻ കിട്ടുക. ഇതിനാണ് നമ്മൾ അഖീദയുടെ ഉസൂലുദ്ദീൻ്റെ ഇൽമുൽ കലാമിൻ്റെ കിതാബുകൾ പഠിക്കുന്നത്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. പരിധി വിട്ട ഒരു കലാമുണ്ട് എന്ന് പറഞ്ഞാൽ പക്ക ഗ്രീക്ക് ഫിലോസഫിയിൽ കറങ്ങിത്തിരിയുന്ന ഒരു ഇൽമുൽ കലാം. അത് ഇസ്ലാമിൻ്റെ പേരിലാണെങ്കിൽ പോലും അപകടം വരുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ മുൻഖിദ് മിനൽ ളലാൽ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഫാറാബി, ഇബ്നു സീന, ഇബ്നു റുഷ്ദ് അടക്കം ഒരു പരിധി വിട്ട ഇൽമുൽ കലാം സ്വീകരിച്ചതുകൊണ്ട് നമ്മുടെ അഖീദക്ക് തന്നെ നിരക്കാത്ത ചില ആശയങ്ങളിലേക്ക് അവർ എത്തിപ്പെട്ടു. അതേസമയത്ത് ആ ബൗണ്ടറിയുടെ ഉള്ളിൽ നിന്ന് അനിവാര്യമായ ഫർള് കിഫയായ ഇൽമുൽ കലാമിൻ്റെ പരിധിയിൽ നിന്നതുകൊണ്ട് മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അടക്കം, സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു, സയ്യിദു ഷരീഫുൽ ജുർജാനി റളിയല്ലാഹു അൻഹു, അലൂദ്ദീനുൽ ഈജി റളിയല്ലാഹു അൻഹു അടക്കം ഒരുപാട് ഇൽമുൽ കലാമിലെ ഉസൂലുദ്ദീൻ്റെ ഉലമാ ഹക്കിൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇൽമുൽ കലാം പഠിക്കുന്നവരാണ്, പക്ഷേ ഈ പരിധിയുടെ ഉള്ളിൽ നിന്നുള്ള ഇൽമുൽ കലാമായിരിക്കണം. അതിനപ്പുറത്തേക്ക് പോയാൽ അപകടമാണ്.
അത് ഇസ്ലാമിക് ഫിലോസഫി എന്ന പേരിൽ അല്ലെങ്കിൽ ഇസ്ലാമിക കലാം എന്നറിയപ്പെടുന്ന ഫാറാബിയും ഇബ്നു സീനയും ഇബ്നു റുഷ്ദ് അവതരിപ്പിച്ചതുപോലും നമുക്ക് അപകടമാണ്. അതിൽ നിന്ന് മാറി നേരെ തുമാനീനത്തുൽ കൽബിലേക്ക് എത്തണം. മഹാനായ ഷെയ്ഖുൽ അക്ബർ സയ്യിദി മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന് എഴുതിയൊരു കത്തുണ്ട്. നല്ല രസമുള്ളൊരു കത്താണ്. ആ കത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനോട് പറയണേ, വിശ്വസ്തനായ അങ്ങയുടെ ഒരു ശിഷ്യൻ എന്നോട്, ആര്, ഇബ്നു അറബി തങ്ങളോട് ഒരു സംഭവം പറഞ്ഞു. ഒരിക്കൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു കരയുന്നത് കണ്ടു ഈ ശിഷ്യൻ. അപ്പോൾ ഈ ശിഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, 30 വർഷമായി ഞാൻ സത്യമാണെന്ന് വിചാരിച്ചിരുന്ന ഒരു വിഷയം ഇന്ന് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. 30 വർഷമായി ഹക്കാണെന്ന് ഞാൻ സമർത്ഥിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന ഒരു കാര്യം തെറ്റാണെന്ന് ഇന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 30 വർഷം ഞാൻ അബദ്ധത്തിലായല്ലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു കത്തിൽ തുടരുകയാണ്, ഇത് വായിച്ചപ്പോൾ ഞാനും കരഞ്ഞു. എന്തിന്? ഒരു പക്ഷേ ഈ ബോധ്യപ്പെട്ടതും കളവാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടേക്കാം. എന്നിട്ട് തിരുത്തുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന റൂട്ട് അഖലിൻ്റെ സമാധാനത്തിന് വേണ്ടിയായിരുന്നു. ഇനി അത് കൽബിൻ്റെ തുമനീനത്തിന് വേണ്ടി റിയാദകളിലൂടെ കൽബിൻ്റെ ഹിജാബുകൾ നീക്കിയിട്ട് ഈ ഭൗതികതയുടെ മാസിവൽ ബാരി അല്ലാത്തതിൻ്റെ കറകളും മറകളും നീക്കിയിട്ട് അള്ളാഹുവിൽ നിന്ന് നേരെ മഅരിഫത്ത് സ്വീകരിക്കുന്ന ഹഖുൽ യഖീനിൻ്റെ ലെവലിലേക്ക് നിങ്ങൾ എത്തിയാൽ എല്ലാ പ്രശ്നവും തീരുന്നു. ആ ഒരൊറ്റ കത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. നിഹായത്തുൽ ഉഖൂലും മത്താലിബുൽ ആലിയയും അൽ മബാഹിസുൽ മശ്രിഖിയയും ഒക്കെ എഴുതിയ ഇമാം റാസി റളിയല്ലാഹു അൻഹു മാറി ചിന്തിക്കുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന കാലത്താണ് സത്യത്തിൽ തഫ്സീറിലെ പല ഭാഗങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്നത്. സൂറത്ത് യൂസുഫിലും മറ്റൊക്കെ നോക്കിയാൽ ശരിക്കും ഇമാം റാസി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മാറ്റം കാണാൻ കഴിയും. മഹാനായ നജ്മുദ്ദീനുൽ കുബ്ര റളിയല്ലാഹു അൻഹു എന്ന സൂഫി ഗുരുവിൽ അഭയം തേടുകയാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. ഇമാം റാസി റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സന്ദർഭത്തിൽ തൗഹീദിന് വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ദൈക്ഷണികമായി ധാരാളം തെളിവുകൾ സമർത്ഥിച്ച ഇമാം റാസി തങ്ങളുടെ അടുത്തേക്ക് ശൈത്താൻ വന്നു, ഇബ്ലീസ് വന്നു. എന്നിട്ട് ഇബ്ലീസ് പറയണേ, 100 തെളിവുകൾ അള്ളാഹു ഇല്ല എന്നതിന് ഞാൻ പറയാം, നിങ്ങൾക്ക് ഗണ്ണിക്കാൻ പറ്റുമോ? വഫാത്തിൻ്റെ സക്കറാത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുകയാണ്, എനിക്ക് ഒരു കുറഞ്ഞ സമയം കിട്ടിയാൽ ഞാൻ തെളിയിക്കാം. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. പക്ഷെ അപ്പോഴേക്കും ഇമാം റാസി തങ്ങൾ പ്രത്യേക ഒരു അവസ്ഥയിലെത്തുകയും ഈ സമയത്ത് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു മൈലുകൾക്കപ്പുറത്ത് ശിഷ്യന്മാർക്ക് ആത്മീയ ഉപദേശം നടത്തുക. ആ സമയത്ത് കാലുകൊണ്ടൊന്ന് തട്ടി, കാലുകൊണ്ടൊന്ന് തൊഴിച്ചു. ശിഷ്യന്മാർ ചോദിച്ചു പറഞ്ഞു, ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ വഫാത്തിൻ്റെ സമയത്ത് പിശാചി ശല്യം ചെയ്യാൻ വന്നു, അവിടുന്ന് രക്ഷപ്പെടുത്തിയതാണ്. ഒരു ആത്മീയ ഗുരുവിൻ്റെ ഇടപെടൽ കൃത്യമായി അള്ളാഹുവിൽ നിന്നും മഅരിഫത്ത് സ്വീകരിക്കുന്നവർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യം. ഇതേ സംഭവം തന്നെയാണ് ഈ കത്തിൽ ഇമാം ഗസാലി തങ്ങളുടെ സംഭവം ഇബ്നു അറബി തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ റൂട്ടിലേക്ക് അബൂ ഹാമിദുൽ ഗസാലി തങ്ങളും വന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനോട് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അഖലിൻ്റെ യഖീനിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമാമിയങ്ങൾ കൊണ്ടുവന്ന ഇൽമുൽ കലാം ആ പരിധിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. പലപ്പോഴും വിമർശകർക്കുള്ള മറുപടിയായിട്ടും നമ്മുടെ അഖീദ സ്ഥാപിക്കാനും വേണ്ടി അനിവാര്യമായ ഇമാം ഗസാലി തങ്ങളുടെ ഭാഷയിൽ അൽ മുൻഖിദ് മിനൽ ദലാലിൽ കാണാം, മരുന്നാണത്. രോഗികൾക്ക് കൊടുത്താൽ മതിയല്ലോ, എല്ലാവർക്കും മരുന്നിൻ്റെ ആവശ്യമില്ല, രോഗികൾക്ക് മാത്രമാണ് മരുന്നിൻ്റെ ആവശ്യം. ഒരു പക്ഷേ ഇപ്പോൾ ഈ സദസ്സിൽ തന്നെ എല്ലാവർക്കും അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രോഗികൾക്ക് മാത്രം ആവശ്യമുള്ളതാണ് ഇൽമുൽ കലാം. അതിനപ്പുറം വിശുദ്ധ ഖുർആനിലും തിരുഹദീസിലൊക്കെ വന്ന സമർത്ഥന രീതികളുണ്ട്. അതിനെ തന്നെ മനോഹരമായ ഭാഷയിൽ അവതരിപ്പിച്ചാൽ മതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടിജൻസി ആർഗ്യുമെൻ്റാണ് അവതരിപ്പിച്ചത്. സൂര്യനെയും ചന്ദ്രനെയും മുൻനിർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ഒരു സംവാദം ഉണ്ടല്ലോ, ആ സംവാദത്തെ നമ്മൾ ആധുനിക ഫിലോസഫിയുടെ കലാമിൻ്റെ ഭാഷയിൽ അവതരിപ്പിച്ചാൽ മനോഹരമായിരിക്കും. അത് തന്നെ മതിയാകും.
ഏറ്റവും വലിയ ഡോക്കിൻസിനോട് പോലും അല്ലെങ്കിൽ സമാരിസിനോടോ ക്രിസ്റ്റഫർ റിച്ചൻസിനോടൊക്കെ നമുക്ക് സമീപിക്കാൻ സംവദിക്കാൻ അത് മതി. ഒരിക്കൽ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ആരാണ് ഈ ആകാശഭൂമിയെ പടച്ചത് എന്ന് ചോദിച്ചു. ആരാണ് ആകാശഭൂമിയെ പടച്ചതെന്ന് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു. ഉടനെ തന്നെ അദ്ദേഹം ചോദിക്കുകയാണ് മൻ ഖലഖല്ലാഹ്, ആരാണ് അള്ളാഹിനെ പടച്ചത്? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വെറൈറ്റി രൂപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഏതാണ്? ദലീലുൽ ഹുദൂസോ ദലീൽ ഇംകാനോ കണ്ടിജൻസി ആർഗ്യുമെൻ്റ് ഒന്നുമല്ല. എന്താ പറഞ്ഞു എന്നറിയോ? ഹദീസിൽ കാണാം, ഖുൽ ആമൻതു ബില്ലാഹി വബി റസൂലിഹി, പിശാചിൽ നിന്ന് കാവൽ തേടി ആമൻതു ബില്ലാഹി വബി റസൂലിഹി എന്ന് പറയുക. അതിൻ്റെ അർത്ഥം കണ്ടിജൻസി ആർഗ്യുമെൻ്റ് പറയണ്ട എന്നല്ല. പക്ഷേ നമ്മൾ ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹ എന്നതാണ് ആപ്തവാക്യം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നമ്മുടെ മുൻഗാമികൾ സ്വഹാബത്തും താബിയങ്ങളും തബഉ താബിയങ്ങളും എങ്ങനെ നന്നായി അങ്ങനെ തന്നെ നമ്മളും നന്നാവുള്ളൂ. ആ നന്നാവാനുള്ള മാർഗം നമ്മുടെ കൽബിൻ്റെ കറകൾ, തുടക്കത്തിൽ സഫീർ സൂചിപ്പിച്ചതുപോലെ കിബറും ഹസദും റിയാവും ഉജുബും, ആ മറകൾ, ആ കറകൾ അങ്ങോട്ട് നീക്കുക. കൈഫ യുശ്രികു ഖൽബുൻ സുവറുൽ അക്വാനി മുന്തബിഉൻ ഫീ സുവറുൽ അക്വാനി മുന്തബിഉൻ. ഇബ്നു അത്തായില സിക്കന്ദരി തങ്ങൾ പറയുന്നുണ്ട്, ഒരാളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭൗതികതയുടെ മറകൾ അടിഞ്ഞുകൂടുമ്പോൾ അവിടെ എങ്ങനെയാണ് യഖീൻ ഉണ്ടാകുക? അവിടെ എങ്ങനെയാണ് വെളിച്ചമുണ്ടാകുക? അം കൈഫ യർഹലു ഇലല്ലാഹി വഹുവ ലം യതതഹർ മിൻ ജനാബത്തി ഗഫലാത്തിഹി അം കൈഫ യത്മഉ അൻ യദ്ഖുല ഹളറത്തല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹളറത്തിൽ എങ്ങനെ പ്രവേശിക്കുക? കൽബിൽ മുഴുവനും അശ്രദ്ധയുടെ ജനാബത്താണ്. വളരെ മനോഹരമായിട്ട് ഇബ്നു അത്തായില ശിഖ. അപ്പം നമ്മുടെ കൽബ് ക്ലീൻ ചെയ്യുക. ആ കൽബ് ക്ലീൻ ചെയ്യുമ്പോൾ ഭൗതികതയുടെ അല്ലെങ്കിൽ സെക്യുലറിസത്തിൻ്റെ അവലംബങ്ങൾ മുഴുവനും പോയി പൂർണ്ണമായും അള്ളാഹുവിൽ നമ്മൾ അഭയം പ്രാപിക്കും. അപ്പോൾ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ഭയക്കുന്നത്, ഈവൻ മുതഅല്ലിമീങ്ങൾ പോലും പേടിക്കുന്നത് തൻ്റെ ജോലിയാണ്. മുതഅല്ലിമായാൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഈ ഒരു സർക്കാർ ജോലിയെങ്കിലും, സർക്കാർ ജോലിയിലാണ് ഇപ്പോൾ നമ്മുടെ തവക്കുലുള്ളത് അല്ലേ? സർക്കാർ ജോലി കിട്ടിയ സേഫായി എന്നുള്ളത് ഏറ്റവും അപകടകരമായ ഒരു സിദ്ധാന്തമാണ്. ഇവിടെ നിന്നാണ് ഈ എക്കണോമിക്സ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നത്. ശരിക്കും യഖീനിൻ്റെ ഒരു നിർവചനം അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൻ തകൂന ബിമാ ഇൻദല്ലാഹി ഔസഖ മിമ്മാ ഫി യദിക. നിൻ്റെ അറിവ്, നിൻ്റെ പ്രൊഫഷൻ, നിൻ്റെ സമ്പത്ത്, നിൻ്റെ അക്കൗണ്ട് ബാലൻസ്, ഇതിനേക്കാൾ അള്ളാഹുവിൽ നിനക്ക് അഭയം ഉണ്ടാകുക എന്നുള്ളത്. അള്ളാഹുവിൽ നമ്മൾ അഭയം പ്രാപിച്ചാൽ നമുക്കൊരു പേടിയും പേടിക്കേണ്ട. 2 കോടി 2 CR അക്കൗണ്ടിലുള്ള ഒരാൾക്കും 5 പൈസ കയ്യിലില്ലാത്ത ആളും ഒരേപോലെയാണ് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ. നാളെ നമുക്ക് 10 ലക്ഷം കടം വെട്ടിക്കൊടുക്കാണ്ട് അക്കൗണ്ടിൽ 2 കോടി ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമാണ്. എങ്കിൽ നമ്മുടെ സമാധാനം അള്ളാഹുവിലല്ല, ഈ പണത്തിലാണ്. അത് മാറി മറിയാം. അതേസമയത്ത് 5 പൈസ കയ്യിലില്ല, പക്ഷെ അള്ളാഹുവിൽ സമാധാനമുണ്ടെങ്കിലോ, അള്ളാഹുവിൽ വിശ്വാസം യഖീനുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ യഖീനുള്ള ഒരാളും പിന്നീട് പഴച്ചിട്ടില്ല. എന്നാൽ ഫിലോസഫർമാർ മുഴുവനും അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ഡസൻ കണക്കിന് ഫിലോസഫേഴ്സ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, സാഹിത്യകാരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇനി അഭയം എവിടെ എന്നാണ് കവിതകളിലൊക്കെ മുഴച്ചു നിന്നിരുന്നത്. ഡോവർ ബീച്ചിൽ, TS എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡിൽ, ഇതിലൊക്കെയും അഭയം തേടിക്കൊണ്ട. കാരണം യഥാർത്ഥ അഭയം അള്ളാഹുവിലാണ്. ആ അള്ളാഹുവിലേക്ക് നമ്മൾ ഫഫിറു ഇലല്ലാഹ് ഇന്നമാ അഅ്ദുകും ബിവാഹിദ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ ഉപദേശം ഖുർആൻ പറയാ, അൻ തഖൂമു ലില്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുക. പറയുന്നതും പറയാതിരിക്കുന്നതും, നിങ്ങൾ ശബ്ദിക്കുകയാണെങ്കിലും മൗനികളാകുകയാണെങ്കിലും ഇടപെടുകയാണെങ്കിലും ഇടപെടാതിരിക്കുകയാണെങ്കിലും എന്താണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ അത് മനോഹരാകും, അതിൽ സമാധാനം ഉണ്ടാകും. അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയൂല. അതാണ് തസവൂഫിൻ്റെ റിസൾട്ട്. അതിലേക്കാണ് യക്കീൻ, അഖ്ലിയായ യക്കീനിലൂടെ, പിന്നെ കൽബിയായ യക്കീനിലൂടെ നമ്മൾ അള്ളാഹുവിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ആലിമി ഉസ്താദുമാർ പറയും. ഇപ്പോഴാണ് നമ്മൾ യക്കീനിലേക്കുള്ള ഒരു പാതയിൽ ഏകദേശം നമ്മൾ എത്തിയപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് പിന്നെ ഗസാലി ഇമാമിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ.
ഗസാലി ഇമാം ഈ വിഷയത്തിലൊരു റോൾ മോഡലാണ്. സത്യം പറഞ്ഞാൽ അൽ മുൻഖിദു മിനൽ ളലാൽ എന്നുള്ളത് ഒരു ആത്മകഥ മോഡലുള്ളൊരു സാധനമാണ്. ഗസാലി ഇമാമിൻ്റെ അന്വേഷണ യാത്രയുടെ 4 സ്റ്റേജുകൾ അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്. അതായത് ആദ്യം ഒരു മുത്തക്കല്ലിമായി ഇൽമുൽ കലാമിൻ്റെ വിഷയങ്ങൾ പഠിച്ചു. ഇപ്പോൾ ഇൽമുൽ കലാം എന്ന് പറയുമ്പോൾ ശുബ്ഹാത്തുകളെ റദ്ദ് ചെയ്യലാണല്ലോ കാര്യമായിട്ട് ഇതിലുള്ളത്. അപ്പോൾ അതിലിങ്ങനെ കുറേ ഗസാലി ഇമാമിൻ്റെ ഒരു ശൈലി പറഞ്ഞാൽ അതിലേക്ക് അങ്ങ് പ്രവേശിച്ചാൽ അതിൻ്റെ അൽ ഗായത്തുൽ ഖുസ്വാ വരെ അങ്ങ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അവരെക്കാൾ മികച്ചു നിൽക്കുന്നൊരു മുത്തക്കല്ലിമ പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ അങ്ങ് പഠിച്ചപ്പോൾ മനസ്സിലായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു യക്കീനിലേക്ക് എത്താൻ ഇത് പര്യാപ്തമാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാൾക്കും ഒരു ഉപകാരം കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞില്ല. ഗസാലി ഇമാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാലേ പലർക്കും അതുകൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു യക്കീൻ, ആ ഒരു തലത്തിലേക്ക് എത്താൻ ഇതിന് പരിമിതികളുണ്ട് എന്ന ഒരു തിരിച്ചറിവിലാണ് ഗസാലി ഇമാം എത്തുന്നത്. അങ്ങനെ പിന്നീട് ഫൽസഫ പരീക്ഷിച്ചു നോക്കി. ഫൽസഫയിലേക്ക് ഇറങ്ങിയപ്പോൾ അത് ഒരു ലുജ്ജത്താണ്, ഒരു ബഹറാണ്, അമീഖായ ബഹർ. അതിൽ പലരും മുങ്ങിപ്പോയിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് ഫിലോസഫേഴ്സ് എന്ന് പറയുന്ന ആളുകൾ തന്നെ അവർക്കൊക്കെ പ്രശ്നമുണ്ട്. തഹാഫത്തുൽ ഫലാസിഫ എന്ന് പറയുന്ന വിഖ്യാതമായ കൃതി അങ്ങനെയാണ് വിരചിതമാവുന്നത്. അവരുടെ എല്ലാ വിദണ്ഡവാദങ്ങളും അതാണ് നമ്മളെ മാതിരി വിക്കിപീഡിയ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആ എസൻസിൻ്റെ എടുത്തിട്ട് അങ്ങനത്തെ പരിപാടിയല്ലത്. പിന്നെ അതിൻ്റെ സമ്മറി വായിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്ത് പറയാറുണ്ട്, നമ്മളൊക്കെ ഫൈസൽ PG അല്ലെങ്കിൽ എന്താ പറയുക MA എന്നൊക്കെ പറഞ്ഞാൽ ബ്രാക്കറ്റിൽ സമ്മറി എന്നോ പാരഫ്രൈസ് എന്നൊക്കെ എഴുതി കൊടുക്കേണ്ടിരുന്നത് പറയുക. കാരണം നമ്മൾ ഒരുപാട് പുസ്തകങ്ങളുണ്ടാവും പഠിക്കാൻ, പക്ഷേ അതൊന്നും പഠിക്കൂലല്ലോ, പഠിക്കാൻ സമയമല്ലല്ലോ, തീരെ ഇല്ല കേട്ടോ, എല്ലാവരും പറ്റിയിട്ടല്ല പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യും, നമ്മളിതിൻ്റെയൊക്കെ സമ്മറി പഠിച്ചിട്ട് അത് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ അത് പോരെ എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരം ഒരു സമ്മറി അല്ലെങ്കിൽ പാരഫ്രൈസ് PG MA ഒക്കെയാണ് നമുക്കുണ്ടാവുക. ഈ ഒറിജിനൽ ടെക്സ്റ്റ് നോക്കിയിട്ട് അങ്ങനെയല്ല. അല്ലെങ്കിൽ ഇപ്പം ഒരു വിമർശനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആരെങ്കിലും വിമർശനം പഠനം എഴുതി തയ്യാറാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരും അതല്ലാതെ ഇതിലേക്ക് അങ്ങോട്ട് കയറി ആരാണ് നമ്മൾ ഫിലോസഫിയാണ് എതിർക്കുന്നത്. അപ്പോൾ ഫിലോസഫിക്കുള്ള മറുപടിയല്ല നോക്കുന്നത്, ഫിലോസഫി അങ്ങ് പഠിക്കണം. അത് അതിൻ്റെ അവൽ മുതൽ ആഖിർ വരെ മുഴുവനായിട്ട് പഠിക്കുക. ഇനി ഗസാലി ഇമാമിനേക്കാൾ വലിയ ഫിലോസഫർ ഇല്ല, ആ ഒരു മക്കാമിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തിയപ്പോൾ മനസ്സിലായി എന്താ പറയുക, ഗസാലി ഇമാമിന് ഇവർക്ക് ഈ മുസ്ലിം ഫിലോസഫേഴ്സിനൊക്കെ കുറേ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. 20 പ്രശ്നങ്ങൾ ഇവർ കണ്ടെത്തി, അതിൽ 3 എണ്ണത്തിൽ കുഫറുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ പലരെയും കാഫിറാണെന്ന് വരെ പ്രഖ്യാപിക്കുക വരെ ചെയ്തു. കാരണം അത് പറയല്ലാതെ വേറെ നിർവാഹമില്ല. ആ ഒരു വല്ലാത്ത ഒരു അഭിനിവേശം ഫിലോസഫിയോട് ഉണ്ടായിട്ട് ഇസ്ലാമികമായ അതിൻ്റെ അസ്തിത്വം, ഇസ്ലാമിക അഖീദയുടെ ക്രീഡിനെ ഈ ഗ്രീക്ക് ഫിലോസഫിയിൽ മുക്കി എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിന് രക്ഷപ്പെടാൻ തെർക്കുൽ മുബാലാത്തൊക്കെ പണ്ട് നമ്മൾ പ്രഖ്യാപിച്ച പോലെ ഒരൊറ്റ പ്രഖ്യാപനമാണ്. അതൊരു കാലത്തിൻ്റെ അനിവാര്യതയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ തൗജീഹാത്ത് അതൊക്കെ വേറെ വിഷയമാണ്. അപ്പോൾ അവിടെ ഒരു പണ്ഡിതോചിതമായ നിലപാടാണ്. ആ നിലപാടിനെയാണ് ഞാൻ പറയുന്നത്. ആ ഹുക്മ് എന്നതിലുപരി ആ നിലപാടിനെ കുറിച്ചാണ്. അങ്ങനെ പിന്നീട് ഗസാലി ഇമാം പഠിച്ചത് പോലെ അടുത്തൊരു സ്റ്റേജ് ബാത്തിനിയത്തിനെ കുറിച്ചായിരുന്നു. അതായത് പിന്നെ ഇമാമുൽ മുൻതദർ, അൽ മഹ്ദിയുൽ മുൻതദർ, അവർ ഷിയാക്കളൊക്കെ അതിലിങ്ങനെ പ്രതീക്ഷ അർപ്പിച്ച് അതിനെ എല്ലാം ഏൽപ്പിച്ച് അങ്ങനെയുള്ളൊരു പേര്. അത് എന്തല്ല, അതിന് തീരെ ഒരു ശരിയായ റൂട്ടല്ല എന്ന് മഹാനവറുകൾക്ക് മനസ്സിലായി. പിന്നെ ലാസ്റ്റ് എത്തിയ സ്റ്റേജാണ് ഈ തസവുഫ് പറഞ്ഞ സ്റ്റേജ്. ആ സ്റ്റേജിലെത്തിയപ്പോഴാണ് ഇവരാണ് ശരിക്കുള്ള ആൾക്കാരെന്നും ഇതാണ് യഥാർത്ഥ വഴിയെന്നും ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന അൽ യഖീൻ എനിക്ക് കിട്ടുമെന്നും. കാരണം ഈ ആദ്യത്തെ ഒരു സ്റ്റേജിലുണ്ടല്ലോ ശരിക്ക് കാണുന്നതിലൊക്കെയും സംശയിക്കുന്ന ഒരവസ്ഥയിലേക്ക്
ഇങ്ങനെ വരികയാണ്, ഉള്ളിലേക്ക് തന്നെ വരും. മുത്തക്കല്ലിമായിരുന്ന ഒരു സന്ദർഭത്തിൽ അവസാനം ത്വരീഹുൽ ഫിറാഷായി മാറിയെന്ന അങ്ങോട്ട് ഒരു ശയ്യാവലംബിയായി. ഫുള്ള് സംശയം മീൻസ് ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയല്ലേ. അങ്ങനെ മഹാനവറുകൾക്ക് പിന്നെ അള്ളാഹു തആല ഒരു നൂറ് അൽ ഇൽമു നൂറുൻ യഖ്ദിഫുഹുല്ലാഹു ഫീ ഖൽബിൽ മുഅ്മിനി എന്ന് പറഞ്ഞില്ലേ, മുഅ്മിനിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു തആല ഇട്ട് കൊടുക്കുന്നത് ഈ നൂറ് കണ്ട് വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, ഒരു വെളിച്ചം കിട്ടിയത്. അങ്ങനെയാണ് ഗസാലി ഇമാം അപ്പോഴേക്കും നിളാമിയ അല്ലേ, അവിടെ ആ വലിയ ജാമിയയുടെ വലിയ മുദരിസാണ്. അന്ന് ഒരാൾക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും വലിയ ഒരു മതപണ്ഡിതന് എത്തിപ്പെടാവുന്ന ഏറ്റവും വലിയ പൊസിഷനാണ്. അപ്പോഴാണ് തസവുഫ് ഇങ്ങനെ വായിക്കുമ്പോൾ ഞാനിപ്പോൾ ദീനി ഖിദ്മയാണോ ചെയ്യുന്നത്, അതല്ല എൻ്റെ അഹംബോധത്തെ, എന്നിലുള്ള വ്യക്തിയെ, ഈഗോയെ തൃപ്തിപ്പെടുത്തുകയാണോ ചെയ്യുന്നത്. ആൾക്കാരിങ്ങനെ വരുന്നു, എന്നെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഞാൻ വലിയ ഷെയ്ഖാണെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നു. ഞാനിങ്ങനെ ആ ഒരു വിചാരത്തിൽ ഞാനിങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ നിൽക്കുന്നു, അട്ടിപ്പാത്രം വരുന്നു അല്ലേ. ഇതിങ്ങനെ വിചാരിക്കുമ്പോൾ ഒക്കെ ഞാൻ അള്ളാഹുവിനെയാണോ തൃപ്തിപ്പെടുത്തുന്നത്, അതല്ല എൻ്റെ തന്നെ ശരീരത്തെയാണോ തൃപ്തിപ്പെടുത്തുന്നത് എന്നുള്ള ഒരന്വേഷണം ഇതുകൊണ്ട് കലശലായി ഇമാമിൻ്റെ ഉള്ളിലേക്ക് കത്തിപ്പടരുകയും ഇമാമ് ഇതൊക്കെ ഒഴിവാക്കി ഒരു ഒറ്റപ്പോക്കാണ്. അങ്ങനെ ഒരു അലച്ചിലിൻ്റെ കാലം 10 വർഷത്തോളം നീണ്ടു നിന്ന ഈ അലച്ചിലിലാണ് വിശ്വവിഖ്യാതമായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കൃതി ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഈ തസവുഫിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് ഒരു മാസ്റ്റർ പീസായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകമായ അവലംബമായിട്ട്, റെഫറൻസായിട്ട് അവരുടെ കയ്യിൽ. അതും നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വെറും അത് ഇൽമല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ എൽമ് മാത്രമല്ല എന്നുള്ളതാണ്. മറിച്ച് എൽമും അമലും കൂടിയൊരു സാധനമാണ്. അത് കൂടുതൽ ടെക്സ്റ്റ് നിന്ന് പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെ സഫീറും ഉസ്താദൊക്കെ പറഞ്ഞ സംഭവം അതാണ്. അപ്പോൾ ആ ഒരു വിധാനത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ സംശയത്തിന് മജാലില്ല. അതൊരു അനുഭവവേദ്യമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. പിന്നെ അവിടെ എന്തില്ല, കാരണം അക്കൽ കൊണ്ട് പറഞ്ഞ് അത് സമർത്ഥിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ഒരു ഇഷ്കാൽ അവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് അതിലില്ല. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥ അത് പ്രസംഗിച്ചാലും എഴുതിയാലും വായിച്ചാലും കിട്ടുന്ന അവസ്ഥ അല്ല എന്നുള്ളതാണ്. അതൊരു മുറാഖബയിൽ നിന്ന് മുശാഹദത്തിലേക്ക് എത്തുന്ന ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കണ്ടിന്യൂഷൻ ഇപ്പോൾ ഇവിടെ പറയും. ഇപ്പോൾ ഫിലോസഫിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവമൊക്കെ പൊതുവെ സംശയങ്ങളിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളതാണ് പൊതുവേ നമ്മുടെ ഒരു ചർച്ചയുടെ രീതി. അതിലേക്കാണ് പോകുന്നത്. ഫിലോസഫി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലൊക്കെ പ്രത്യേകിച്ച് ഈ നാസ്തികതയും നവനാസ്തികതയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോസിറ്റിവിസവും അതേപോലെ സയൻറ്റിസം ഒക്കെ പറയുമ്പോൾ പലപ്പോഴും അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രഭാഷകർ തന്നെ ഏറ്റവും നല്ലൊരു ബദൽ മാർഗമായി നിർദ്ദേശിക്കാറുള്ളത് ദൈവത്തെ സ്ഥാപിക്കാനും ദൈവത്തെ സ്ഥിരീകരിക്കാനും ഒക്കെ വലിയൊരു ഇതായിട്ട് ഉപയോഗിക്കുന്നത് ഫിലോസഫിനെയാണ്. ഫിലോസഫി നമുക്ക് ദൈവത്തെ കണ്ടെത്താനും ദൈവത്തെക്കുറിച്ചുള്ള ആലോചനകളിലേക്കൊക്കെ അത് വഴി നടത്തും എന്നൊക്കെ തരത്തിലുള്ള പറച്ചിലാണ് പൊതുവെ നമ്മുടെ ഇത്തരം സംവാദകരെന്നൊക്കെ പൊതുവെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു ഇത് കാരണത്താൽ പൊതുവെ പുതിയ വിദ്യാർത്ഥികൾ ഫിലോസഫിയിലേക്കും ഫിലോസഫിക്കൽ ആലോചനകളിലേക്കൊക്കെ വളരെ ശക്തമായി തന്നെ കടന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ ഫിലോസഫീൻ്റെ പൊതുവേ ഉള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റിയാണ്. അതായത് അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ ഫിലോസഫിൻ്റെ ബേസിക് എലമെൻ്റാണ്. അതായത് ഇപ്പോൾ ഫിലോസഫി തുടങ്ങുന്നത് ഇപ്പോൾ ഗ്രീക്ക് ഫിലോസഫിയാണ് ഫിലോസഫിയുടെ ഒരു ആരംഭം എന്ന് പറയുന്നത്. പൊതുവെ വെസ്റ്റേൺ ഫിലോസഫിയുടെയൊക്കെ ആരംഭം ഗ്രീക്കിലാണ്. ഗ്രീക്കിൽ തെയിൽസ് അതേപോലെ തന്നെ പ്രോട്ടഗോറസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഫിലോസഫേഴ്സാണ് ഇതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. അതിനുശേഷം അതിനൊരു മറുപടിയായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിവിധ തരത്തിലുള്ള ലോകത്തെക്കുറിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകൾ ആദ്യകാലത്തിലെ ഫിലോസഫേഴ്സ് വെച്ചപ്പോൾ സോഫിസ്റ്റുകളൊന്ന് പറഞ്ഞു ഇതൊക്കെ തെറ്റാണ്, എല്ലാവർക്കും സബ്ജക്റ്റീവാണ് നോളേജ്, അതായത് എല്ലാവർക്കും അവനവൻ തീരുമാനിക്കുന്നതാണ്, റിലേറ്റീവാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സേർട്ടൈനായ ഒരു യഖീൻ എന്ന് പറയുന്നൊരവസ്ഥയിലുള്ള ഒരു റിയലിറ്റി ഇല്ല എന്നൊക്കെ സോഫിസ്റ്റുകൾ ആദ്യം ഘട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ അരിസ്റ്റോട്ടിലും സോക്രട്ടീസും പ്ലാറ്റോയും ഒക്കെ വിവിധ പഠനങ്ങൾ സേർട്ടൈനായ നോളജ് സാധ്യമാണ്, സേർട്ടൈനായ നോളജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ തരത്തിൽ ഇതിനെ മറുപടിയായിട്ടാണ് ഈ
ഫിലോസഫിയുടെ ആരംഭം തന്നെ, അതായത് പ്രത്യേകിച്ച് ഈ ഒരു സോക്രട്ടീസും പ്ലാറ്റോയും ഒക്കെ ഈ സെർട്ടൈനിറ്റിയെ കുറിച്ചുള്ള അന്വേഷണമാണ്. അവിടെ യക്കീനിലേക്കുള്ള എത്താൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ളൊരു ചർച്ചയാണ് അവിടെ ഫിലോസഫിയുടെ തുടക്കകാലത്ത് മുതലേ ഉള്ളത്. എന്നാൽ ഈ വിവിധ കാലഘട്ടത്തിൽ ഈ ചരിത്രം ഇങ്ങനെ പോരുന്ന സമയത്ത് ഇപ്പോൾ മോഡേണിറ്റിയുടെ കാലത്താണെങ്കിലും, മോഡേണിറ്റിയുടെ കാലത്ത് ഇപ്പോൾ റെനെ ദക്കാർത്തി എന്ന് പറയുന്ന വലിയ പ്രമുഖനായ ഒരു ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം മാത്തമാറ്റിക്കൽ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സേർട്ടനായ നോളജ് നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സേർട്ടനായ നോളജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് ശ്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതിന് ശേഷം എല്ലാ ഫിലോസഫേഴ്സും ഈ മോഡേൺ കാലത്തൊക്കെയുള്ള ഒരുപാട് ഫിലോസഫി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കൃത്യമായ യാഥാർത്ഥ്യത്തിലേക്കും കൃത്യമായ ഒരു യക്കീനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. എന്നാൽ പിന്നെ അവസാനം പോസ്റ്റ് മോഡേണിറ്റി എത്തി നിൽക്കുന്നത് ഈ പറഞ്ഞതൊക്കെ തെറ്റാണെന്നും, പോസ്റ്റ് മോഡേണിറ്റിയുടെ അടിസ്ഥാന സിദ്ധാന്തം തന്നെ സ്കെപ്റ്റിസാണ്, സംശയമാണ്, എല്ലാ കാര്യത്തെയും സന്ദേഹത്തോടു കൂടി സമീപിക്കുക എന്നുള്ളതാണ് പോസ്റ്റ് മോഡേണിറ്റിയുടെ അടിസ്ഥാനം തന്നെ. അപ്പോൾ എഡ്മണ്ട് ഹുസൈൽ എന്നൊക്കെ പറയുന്ന ഫിലോസഫർ ഇതിനെ സയൻസിൻ്റെ പോലെ തന്നെ, സയൻസിൻ്റെ മെത്തഡോളജിയിലൂടെ നമുക്കൊരു സെർട്ടൈൻ സ്വഭാവത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊക്കെ ഈ എഡ്മണ്ട് ഹുസൈഡൊക്കെ അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ വെസ്റ്റേൺ ഫിലോസഫിയിൽ ഇതിന് സെർട്ടൈനിറ്റി ഫിലോസഫിയെ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അതിന് സാധിക്കില്ല എന്നും, സോഫിസ്റ്റുകളും തുടങ്ങി പോസ്റ്റ് മോഡേണിസം വരെ എത്തി നിൽക്കുന്ന റിലേറ്റീവിസ്റ്റായ സബ്ജക്റ്റീവായ സ്കെപ്റ്റിക്കായ സ്വഭാവം തന്നെയാണ് ഫിലോസഫിയുടെ സ്വഭാവം എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും തുടങ്ങിയെടുത്ത് തന്നെയാണ് ഫിലോസഫി നിൽക്കുന്നത്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി എന്ന ഫിലോസഫിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഒരു ടൂളായിട്ട്, അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ഫിലോസഫിയെക്കുറിച്ചുള്ള ഒരു പ്രാരംഭ ദശയിൽ ഉപയോഗപ്പെടുത്താൻ എങ്കിൽ തന്നെയും ഒരിക്കൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു യഥാർത്ഥമായ നോളജ് നമുക്ക് ഉണ്ടാക്കി തരികയില്ല. എന്നാൽ വഹ്യ് എന്ന് പറയുന്ന ആ ഒരു നിയന്ത്രണം, അപ്പോൾ ഉസ്താദന്മാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു നിയന്ത്രിതമായ ആലോചന, ഇത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. എന്തിനെക്കുറിച്ചും ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. അതൊന്നും സ്വീകരിക്കാത്തൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ഫിലോസഫിയുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം. അതിനപ്പുറം ഒരു വഹ്യിൻ്റെ നിയന്ത്രണം, അതായത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ആ ഒരു വഹ്യിനെ ആദരവോടുകൂടി സമീപിച്ചുകൊണ്ട്, അതിൽ സത്യമുണ്ട് എന്ന് സമീപിച്ചുകൊണ്ട് ഈ ഫിലോസഫിക്കൽ മെത്തഡോളജിയിലൂടെ വഹ്യിനെ കൊണ്ട് കിട്ടിയ അറിവിനെ നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അർത്ഥത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള യക്കീൻ എന്ന് പറയുന്നൊരു അതിൻ്റെ ഒരു പ്രാരംഭ ദിശ നമുക്ക് ഒരു പ്രാരംഭമായ ഒരു കാലഘട്ടം നമുക്കതിൽ കാണാൻ പറ്റും. ഇപ്പോൾ മുത്തക്കല്ലിമീങ്ങൾ, ഇപ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹുവിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചു. അതിലൊക്കെ ഈ മുത്തക്കല്ലിമീങ്ങൾക്ക് പലതരത്തിലുള്ള ഇത്തരം ചോദ്യങ്ങൾ മറുപടി പറയാൻ ഉള്ളൊരു ശേഷിയുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ പോലും ഈ ഒരു തരത്തിലുള്ള സംശയം അപ്പോഴും അവിടെ നിലനിൽക്കും. കാരണം ഈ ഒരു സാധനത്തിലെയും ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ നമ്മൾ ചോദ്യം ചെയ്യുന്നൊരു സ്വഭാവം അതിലും തക്കല്ലുമിൽ ഇൽമുൽ കലാമിലുണ്ട്. അപ്പോൾ ഇൽമുൽ കലാം കൊണ്ട് ഒരിക്കലും നമുക്കൊരു യഖീൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തുമനീനത്തുൽ ഖൽബ് എന്ന് പറയുന്ന പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒരു പൊതുവെ ഒരു ചർച്ചയുടെ ഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ സബബുകളെക്കുറിച്ച്, സബബുകളിൽ അനിയന്ത്രിതമായി ഇപ്പോൾ ഒരു സബബുകളിൽ മാത്രം അവലംബിച്ചുകൊണ്ടുള്ള ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് മോഡേണിറ്റിയുടെ സ്വഭാവമാണ്. അതായത് മനുഷ്യൻ നമുക്കിപ്പോൾ ഇപ്പോൾ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിജയിക്കാൻ കഴിയും, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്കിതൊക്കെ മറികടക്കാൻ കഴിയും എന്നൊക്കെ തരത്തിൽ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളിൽ അവലംബിച്ചു മോഡേണിറ്റിയുടെ സ്വഭാവം തന്നെ ഹ്യൂമനെ സെൻട്രലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അള്ളാഹുവിൽ നിന്നും മറ്റു ദൈവിക ചിന്തകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരാശയമാണല്ലോ മോഡേണിറ്റി എന്ന് പറയുന്നത്. ഈ മോഡേണിറ്റിയിൽ വെക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇതേ തരത്തിലാണ്. അതായത് മനുഷ്യന്മാർക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്നും എല്ലാ വസ്തുക്കളെക്കുറിച്ചുള്ള നോളേജ് മനുഷ്യൻ്റെ വളരെ അന്വേഷണങ്ങളിലൂടെ കിട്ടുന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള ചിന്തയാണ് പ്രത്യേകിച്ച് ഈ മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മറികടക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ആ ബുദ്ധിയുടെ അവസ്ഥ, ബുദ്ധിയുടെ പരിമിതികൾ ബോധ്യപ്പെട്ടുകൊണ്ട് അതിന് നമ്മൾ കീഴടങ്ങിക്കൊണ്ട് നമ്മൾ കൽബ് കൊണ്ടുള്ള ഒരു കൽബ് കൊണ്ട് അന്വേഷണം എന്ന് പറയുന്നത് കൽബ് കൊണ്ടുള്ള ഒരു അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോഴാണ്, അള്ളാഹുവിൽ നിന്നുള്ളൊരു ഹിദായത്ത് നമുക്ക് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഇതിപ്പോൾ ഒരു ട്രാങ്കുലിറ്റിയിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോഴേ
അപ്പോൾ എനിക്കിപ്പോൾ പേടി എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ കുറേ സെർലക്കായതൊക്കെ ഓതേണ്ട കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവർ പോയിട്ട് നമ്മൾ അവിടെ അസനയെ പോയിട്ട് ഈ കിതാബൊന്നും ഓതി പഠിക്കേണ്ടതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം എന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുമെന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ മക്കാമിലെത്തിയത് ഈ ഒരു മർത്തബ കഴിഞ്ഞിട്ടാണ്. നല്ല മുത്തക്കല്ലിമായി കഴിഞ്ഞതിന് ശേഷമാണ് ഗസാലി ഇമാമ് ഒരു മുത്തസവ്വിഫായത്. എൻ്റെ കൂടെ എന്തു വേണം, ഈ അക്കല് എന്ത് ചെയ്യും, അത് അതിൻ്റേതായ ഒരു നെളിച്ച് അതിനുണ്ടാകാനുണ്ട്. അത് ഉണ്ടാകുന്ന കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെറും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് അത് ഒരു കത്തി പോലത്തെ ഒരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് തക്കാളിയും വെട്ടാൻ പറ്റും, മറ്റാളെ കഴുത്തും വെട്ടാൻ പറ്റും. അപ്പം നമ്മളിൽ ഉള്ളിലൊരു നന്മ വേണം. ആ നന്മ ഉണ്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു തസവുഫിനെ നമ്മൾ മുമാറസത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിലൊരു ഒരു കൽബിലൊരു നൂറ് ഉണ്ടാവും എന്നുള്ള. അല്ലാതെ ഇത് വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നാളെ മുതലിഞ്ഞ് ഇതൊക്കെ ഒഴിവാക്കി ഞാൻ ഹിയ മുത്താല ചെയ്തിട്ട് കൂടുകയാണെന്നുള്ള രീതിയിലേക്ക് മാറാൻ പാടില്ല. ഒരു ചെറിയ ഒരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അനുഭവമല്ല, ഒരു കിതാബിലുള്ള സംഭവം. അത് ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കാം. അതായത് ഖിസ്സത്തുൽ ഈമാൻ എന്ന് പറഞ്ഞ ഒരു കിതാബുണ്ട്, നല്ല അടിപൊളി കിതാബാണ്. നദീമുൽ ജസ്സർ എന്ന് പറയുന്ന ആളാണ് അത് എഴുതിയിട്ടുള്ളത്. അത് ശരിക്കും അതിൻ്റെ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഹൈറാൻ ബിൻ അദ്ആഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പെഷവാർ എന്ന സ്ഥലത്ത് ഒരു ദർസിൽ പഠിക്കുകയായിരുന്നു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് മൂപ്പർക്ക് കുറേ സംശയങ്ങൾ വന്നു. സംശയം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് സംശയം, നബിയെക്കുറിച്ച് സംശയം, ഇങ്ങനത്തെ സംശയങ്ങൾ. സംശയം എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടായപ്പോൾ എന്താ കാട്ടുക, സ്വാഭാവികമായും അവർ അവിടുത്തെ ഉസ്താദ്മാരോടൊക്കെ ചോദിച്ചു, ഓരോ സംശയങ്ങൾ ചോദിക്കാൻ തോന്നും. അപ്പോൾ ഒരാളെ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവരൊക്കെ ഇവനെ പെട്ടെന്ന് അങ്ങനെയാണല്ലോ പിന്നെ ഇവനെന്താ സിന്ദീഖ് അയക്കണോ, അവരെന്താ അങ്ങനെ ആൾക്കാർ ഇവന് എത്തിസ്റ്റ് അയക്കണോ എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ആകെ പ്രശ്നമായി. അവസാനം ഇവർ വാപ്പാൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. വാപ്പ ഇവരെ പറ്റൂല എന്നുള്ള രൂപത്തിൽ വാപ്പാൻ്റെ അടുത്തേക്ക് വന്നിട്ട് വാപ്പാനോട് ചോദിച്ചു, അല്ല എനിക്കിങ്ങനെയൊക്കെ സംശയമുണ്ട്, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അല്ലടാ, അത് ഈ ഫിലോസഫി ഇതിലൊന്നും വല്ലാതെ നമ്മളിങ്ങനെ കൂടി ചിന്തിച്ച് ഇതാകാൻ പാടില്ല, നമ്മളങ്ങനെ വാപ്പ അങ്ങനെ ഒന്ന് സോപ്പിട്ട് പറഞ്ഞു. അപ്പോൾ അത് പറ്റൂല, മകൻ ചോദിച്ചു, അത് പറ്റൂല, നമ്മളിപ്പോൾ ഈ നമ്മൾ മാത്രം ഇത് പഠിക്കാതിരുന്നൊരു കാര്യമില്ലല്ലോ, ചുറ്റുഭാഗത്തുള്ള മറ്റുള്ള ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്ന ആളുകളൊക്കെ ഇത് പഠിക്കുന്നുണ്ട്. ഞാനൊരു സ്ഥലത്ത് വലിയ ഖാദിയായി വലിയ മുദരിസായി ചെല്ലുമ്പോൾ അവിടെ എത്തുമ്പോൾ എന്നോട് വന്നിട്ട് ആരെങ്കിലും ഈ ജാതി ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതറിയില്ല, ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയേ തീരുള്ളൂ പറഞ്ഞു. അപ്പം ബാപ്പ പറഞ്ഞു, മോനെ എനിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു, എനിക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്തു വെച്ചു? അത് രക്ഷപ്പെടാൻ എനിക്ക് ഇതൊക്കെ നല്ല പഠിച്ചൊരു ഉസ്താദുണ്ടായിരുന്നു. അതാരാണ്? അദ്ദേഹം ഈ പഞ്ചാബുകാരനായിരുന്നു. അവിടെ ഷെയ്ഖുൽ മൗസൂൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അടുക്കന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച്, അപ്പോൾ ഉസ്താദ് ആദ്യനോട് പറഞ്ഞു, ഈ ഫിലോസഫി ഇതിങ്ങനെ ബഹറാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ ലുജ്ജത്തിന് അതിൽ പൊങ്ങിപ്പോവും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, എനിക്കിതൊക്കെ പറഞ്ഞെന്നു എനിക്കൊരു യക്കീന് കിട്ടി. അപ്പം ഞാൻ ചോദിച്ചു, ആ ഷെയ്ഖ് ഇപ്പം ഉണ്ടോയെന്ന് ചോദിച്ചു, ഇവർക്ക് അവിടേക്ക് പോകണം, അതുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലാടാ അത് ഷെയ്ഖ് ഇപ്പോൾ സമർക്കന്ദിലേക്ക് പോയിട്ടുണ്ട്, അന്ന് പോയിട്ടുണ്ട്. ഇവർ ഈ പറഞ്ഞ ഇൽമുൽ കലാമൊക്കെ ഒഴിവാക്കി ഇവർ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അക്ബറക്ക് അരികിൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഫുള്ള് എന്താ പറയുക ഈ മുങ്കത്യവൻ ഫില്ലാഹ് അള്ളാഹുവിൽ ഇബാദത്തിൽ ഇതൊക്കെ തസവുഫിലായിട്ട് കൂടിയിട്ടാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ സമർക്കന്ദിൽ അങ്ങനെ ഒരാളുണ്ട് എന്ന വിവരം എൻ്റെ വാപ്പ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എന്നെ വാപ്പ എന്താണ് അവിടെ ജാമ്യയിൽ നിന്ന് ജാമ്യയിലേക്ക് തന്നെ എന്നെ വല്ല തിരിച്ചു കൊണ്ടുപോകാനാണ് വാപ്പ ശ്രമിക്കുന്നതെങ്കിലും വാപ്പയുടെ ആ മറുപടി ജാമ്യയിൽ നിന്ന് എന്നെ ഒളിച്ചോടുവാൻ വേണ്ടിയുള്ള ഒരു തുടക്കമായിരുന്നു. ഇനി വാപ്പാൻ്റെ മുഖം കാണാതെ ഇരിക്കുന്നതിൻ്റെ ഒരു തുടക്കമായിരുന്നു എന്ന് ഒരു പക്ഷേ വാപ്പ പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ ആ പെഷവാറിൽ നിന്ന് സമർക്കന്ദിലേക്ക് അന്ന് ആ കാലഘട്ടത്തിൽ എത്രയോ ദൂരങ്ങൾ താണ്ടി ദീർഘമായ യാത്ര ചെയ്ത്
ഞാൻ എന്ത് ചെയ്തു, സമർക്കന്ദിലെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ ഈ പറഞ്ഞ പള്ളി ഞാൻ കണ്ടു. ആ പള്ളിയിൽ ചെന്നിട്ട് അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ഇവിടെ അഷെയ്ഖുൽ മൗസൂൻ എന്ന് പറഞ്ഞ ആളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ഒരാളൊക്കെ ഉണ്ട്, പക്ഷേ ആ ആളെ നിങ്ങൾ എവിടുന്ന് വരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഈ വേഷം ഈ യാത്രേൻ്റെ ഇതൊക്കെ എൻ്റെ മുഖത്ത് ശരിക്കും വ്യക്തമാണ്. നിങ്ങൾ എന്തിനാ വന്നിട്ടുള്ള ആ ഷെയ്ഖിനെ ഞങ്ങൾ നാട്ടുകാർക്ക് തന്നെ അദ്ദേഹത്തെ കിട്ടാറില്ല, എന്നിട്ടല്ലേ നിങ്ങൾക്ക്. അപ്പോൾ എന്താണ് അവസ്ഥ? അങ്ങനെ ഒരാളുണ്ട്, പക്ഷേ അദ്ദേഹം ഈ പള്ളിക്കാട്ടിൽ കുറേ മരങ്ങളും ഇതൊക്കെ ഉള്ള കുറ്റിച്ചെടികളൊക്കെ ഉള്ളതിൻ്റെ ഉള്ളിൽ ഒരിടത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ഇബാദത്ത് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആർക്കും അടുക്കാൻ പറ്റൂല. പിന്നെ എന്താണ്, അദ്ദേഹം രാത്രി എല്ലാവരും ജമാഅത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ നിന്ന് പോയതിന് ശേഷം എന്ത് ചെയ്യും, പള്ളിയിലേക്ക് വരും. ചിലപ്പം അവിടെ ഇമാം ബുഖാരി ഇമാമിൻ്റെ അവിടെ മക്ബറിൻ്റെ അടുക്കൽ അവിടെ ആ ഒരു റൗദയിൽ അവിടെ ഇരിക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നല്ല ശൈത്യകാലാണെങ്കിൽ അടുത്ത് പള്ളീൻ്റെ അടുത്ത് റൂമുണ്ട്, ആ റൂമിൽ ആണ് അദ്ദേഹം കഴിയലാണ് പതിവ്. അങ്ങനെ ഒരു സ്വഭാവത്തിലാണ് അദ്ദേഹം ഉള്ളത്. നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ പെഷവാറിൽ നിന്ന് ഇങ്ങോട്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്തിയത് ആ ഷെയ്ഖിനെ കാണാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് കണ്ടേ തീരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, എന്നാലേ നിങ്ങളൊരു കാര്യം ചെയ്യണം. അതെന്താ? പിന്നെ അദ്ദേഹം ഭക്ഷണമൊന്നും കഴിക്കലില്ല ചോദിച്ചു. ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. അതൊരു ഖാദിമ് ഭക്ഷണം കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു കൊടുക്കും. അവിടേക്കുള്ള ആ കുറ്റിക്കാട്ടിൻ്റെ അദ്ദേഹം നിൽക്കുന്ന ആ പർണശാലൻ്റെ അടുത്ത് അവിടെ വെച്ചിട്ട് അദ്ദേഹം പോരുകയാണ് ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ചെയ്യാറുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന് എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് തോന്നുന്നു. അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. അതിൽ ഇദ്ദേഹം ഒരു ചെറിയ കടലാസ് എടുത്തിട്ട് മാത, ഐന, മത്ത, ഭീമ, ലിമ എന്നൊക്കെ എഴുതിക്കാണ്ട് ഒരു കടലാസിൽ എന്താണ്, എന്തുകൊണ്ട്, എവിടെ നിന്ന്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതിയിട്ട് എന്ത് ചെയ്തു, ആ ടിഫിൻ ബോക്സിൻ്റെ മേലെ വെച്ചിട്ട് ഇത് നിങ്ങളവിടെ വെക്കണം എന്ന് പറഞ്ഞു. ഇതവിടെ ആ കൂടെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു മരത്തിന് മുകളിൽ ഇങ്ങനെ വിളിച്ചു നിന്നു. എന്താണ് സംഭവിക്കുന്നത്, ഇയാൾ ഇത് എടുക്കാൻ വരുമല്ലോ, അപ്പോൾ ഇയാളെ കാണാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു നല്ല ഹൈബത്തൊക്കെ ഉള്ള വക്കാറൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ വന്നിട്ട് പാത്രം ഇങ്ങനെ പൊക്കണം. അപ്പോൾ വെക്കുമ്പോൾ ഐന മിൻ ഐന ഇല ഐന മത്ത ഇങ്ങനെ കാണും. ഇങ്ങനെ നോക്കിയിട്ട് മുമ്പ് അത്ഭുതം തൊട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. അപ്പോൾ ഞാനും അദ്ദേഹം നേർക്ക് ഐ കോണ്ടാക്റ്റിലെ അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. ഇതാരാണ്, ഇതെന്താണ്, നിങ്ങളാണ് എഴുതിയത് ചോദിച്ചാൽ അത് പറഞ്ഞു. ഇതെന്താണ്, ഇത് തന്നെ ഈ കാണുന്ന ഇതന്നെയാണ്, ഇത് പറഞ്ഞു. ഞാൻ നിങ്ങളെ ഇന്ന സ്ഥലത്ത് നിന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണം എന്നാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, പിന്നെ രാത്രി എല്ലാവരും പോയതിനു ശേഷം പള്ളിയിൽ വരും, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്നാണ്. അങ്ങനെ എല്ലാ ദിവസവും രാത്രി അദ്ദേഹം വരും. എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ എൻ്റെ സംശയങ്ങൾ മുഴുവൻ ചോദിക്കും. ആ സംശയത്തിന് മുഴുവനും അദ്ദേഹം ഉത്തരം പറയും. ആ ചോദ്യവും ഉത്തരവും സമാഹരിച്ച പുസ്തകമാണ് ഖിസ്സത്തുൽ ഈമാൻ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാ, ഇത് ഈ പറഞ്ഞ ഫിലോസഫിയും ഈ പറഞ്ഞ ഇൽമുൽ കലാമും ഒക്കെ പഠിച്ച് അതാണ് അതിലുള്ളത്. അത് പഠിച്ച് ഈ പറഞ്ഞ അഖിലിൻ്റെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു യഖീന് കരസ്ഥമാക്കി, അതിൻ്റെ ആ നിലക്കുള്ള ഒരു ഇൽമ് കരസ്ഥമാക്കി, പിന്നീട് ഇത് മതിയാവില്ല സ്വർഗത്ത് കടക്കാൻ, അല്ലെങ്കിൽ ഇതുകൊണ്ട് മാത്രം ഇത് പൂർത്തിയാവില്ല എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു, പിന്നെ തസവുഫിലേക്ക് മുറിഞ്ഞു വീണ് പിന്നീട് എന്ത് ചെയ്തു, ആ ഒരു പിന്നെ പ്രത്യേകമായ എന്താ പറയുക അനുഭവ യാഥാർത്ഥ്യങ്ങളിലൂടെ അല്ലെങ്കിൽ അനുഭവിച്ച അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയ ഒരാൾ. പക്ഷേ അവിടെ എത്തിയ ആ സ്റ്റേജിലെത്തിയപ്പോഴും ഈ ഒരു വഴിയിലൂടെയാണ്. ചിലരൊക്കെ ഇൽമുൽ കലാമിനൊക്കെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു സലഫി ട്രാക്ക് ഉണ്ട്, അത് നമുക്ക് പറ്റുന്ന ഒരു വഴിയല്ല. നമ്മൾ ഗസാലി ഇമാമിൻ്റെ പിന്നെ എന്താ പറയുക റാസി ഇമാമിൻ്റെ ആ വഴിയിലൂടെ അവരൊക്കെ എന്താണ് പിന്നെ അവരിൽ പലരും അല്ലെങ്കിൽ ഈ അങ്ങനത്തെ ഒരുപാട് മഹാന്മാരുണ്ടല്ലോ, ആ ഒരു ഹക്കുൽ യഖീനിൻ്റെ ഒരു മർത്തബയിലെത്തിയത് തസവുഫിലൂടെയാണെങ്കിലും അവർ ഇൽമുൽ കലാമിൻ്റെ വഴിയിലൂടെ വന്നു. അപ്പോൾ നമ്മൾ ഈ വഴി വിട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് തന്നെ തസവുഫും കൂടി ഇവിടെ ഉണ്ടായി പറഞ്ഞില്ലേ, ഈ പറഞ്ഞ മാതിരി ഇത് തവക്കുൽ ഇല്ലാതായി പോയാൽ ഇതൊക്കെ പോവും, ഉറപ്പാണ്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിൻ്റെ ഒരു ചെറിയ സംഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കുണ്ടൂർ ഉസ്താദ് ഒരിക്കൽ ഉസ്താദിന് എന്താണ് ക്ലാരിയിലായിരുന്നു ഉസ്താദിൻ്റെ ദർസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലാരിയിൽ നിന്ന് പൈസ ശമ്പളം കിട്ടും. ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഉസ്താദ് നടന്നിട്ടാണ് കുണ്ടൂർക്ക് വരിക. നടന്നു വരുമ്പോൾ വഴിയിൽ കാണുന്ന ആളുകൾക്കൊക്കെ പൈസ കൊടുക്കും. അങ്ങനെ കുണ്ടൂരെത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, പൈസ തീരും.
അപ്പോൾ ഈ മക്കൾ ഇത് അറിഞ്ഞിട്ട് പള്ളി കമ്മിറ്റിക്കാരോട് പറഞ്ഞു, നിങ്ങളെ പിന്നെ വാപ്പാക്ക് പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ കൈ കൊടുത്തപ്പെടുത്തുമ്പോൾ തീരാണ്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കൊടുത്തിട്ട് കൊടുത്താൽ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അവരായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ദിവസം ശമ്പളത്തിൻ്റെ സമയമായപ്പോൾ പള്ളി കമ്മിറ്റി സെക്രട്ടറിയും ഇവരൊക്കെ കൂടിയിട്ട് പറഞ്ഞു, അന്ന് 60 രൂപയാണ് എന്താണ് ശമ്പളം തോന്നുന്നുണ്ട്. 60 രൂപ പറഞ്ഞാൽ വെറും 60 രൂപ. അപ്പോൾ ശമ്പളത്തിൻ്റെ സമയത്ത് നമ്മൾ പിന്നെ പോവല്ലേ കൊണ്ടുവരിക. അന്ന് ഒരു ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിന് ഇവരെന്ത് ചെയ്തു, കയറിയിട്ട് പിന്നെ ഇവിടെ ഇറങ്ങി, ഇവിടെ വെന്നൂർ ഇറങ്ങി. അലി ഉസ്താദ് പറഞ്ഞ കഥയാണ്. വെന്നൂർ ഇറങ്ങി ഇനി കുണ്ടൂർക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ട് പോകണം, നടന്നു പോകണം. അങ്ങനെയാണത് ഉള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ തേനൂലൊരു പാപ്പാനെ കണ്ടു. തേനൂലൊരു പാപ്പാനെ കുണ്ടൂർ ഉസ്താദ് കണ്ടപ്പോൾ കുണ്ടൂർ ഉസ്താദ് എന്ത് ചെയ്യണം, പൈസ കൊടുക്കണം. തേനൂർ പാപ്പാക്ക് പൈസ കൊടുക്കാൻ പൈസ ഇല്ലല്ലോ. പൈസ ആരെടുത്തല്ല, ഇവരെടുത്തല്ല, കമ്മിറ്റിക്കാരെടുത്തല്ല. അപ്പോൾ കമ്മിറ്റിക്കാരോട് വെച്ച് പൈസ ഇവിടെ വെച്ച്, എൻ്റെ പൈസ ഇവിടെ വെച്ചു. അല്ല അത് ഉസ്താദ് നമുക്ക് വീട്ടിലെത്തിയിട്ട് അത് പറ്റൂല, എൻ്റെ ശമ്പളം തരും. അങ്ങനെ 60 രൂപ കൊടുത്തു. 60 രൂപ കൊടുത്തപ്പോൾ ആ 60 രൂപയും എന്ത് ചെയ്തു, ഞാൻ കൊടുത്തു. ഏത് തേനൊരു പാപ്പാക്ക് 60 രൂപയും ആണ് കൊടുത്തു. അപ്പോൾ ഇവർ പടിയില്ല, ഇവരിപ്പോൾ ഇത്ര പണിയെടുത്തിട്ട് വന്നിട്ട് കാര്യം ഉണ്ടായില്ലല്ലോ. അങ്ങനെ അവർക്ക് ഇനി കുണ്ടൂർക്കാണ് പോകാനുള്ളത്. കുണ്ടൂർക്ക് പോകാൻ വേണ്ടിയിട്ട് കുണ്ടൂരേക്കുള്ള റോഡ്, അന്ന് റോഡുണ്ടോന്ന്, ആ റോഡുണ്ട്, റോഡിൻ്റെ അവിടെ നിൽക്കുകയാണ്. അവിടെ എത്തിയിട്ടുള്ളൂ. അങ്ങോട്ട് തിരിഞ്ഞ് കുണ്ടൂരിലേക്ക് കൊണ്ട് റോഡിന് അവിടെ എത്തിയപ്പോൾ ഒരു കാറ് വന്നു. കാരണം ഉസ്താദ് ഇങ്ങനെയൊക്കെ അല്ലേ, ഉസ്താദ് എടുക്കാണോ ചോദിച്ചു. ഞാനിങ്ങനെ വീട്ടിൽ കാണാം. എന്നാൽ ഞാൻ ഇങ്ങനെ തെയ്യാല ഭാഗത്തേക്കാണ് പോകുന്നത്, നിങ്ങൾ കയറിക്കോളൂ പറഞ്ഞു. അപ്പോൾ ഇവരെ എല്ലാവരും കയറ്റി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ കുണ്ടൂരെത്തി നിങ്ങൾ ഉസ്താദിൻ്റെ വീട്ടിൽ മുറ്റത്ത് ഇറക്കി കൊടുത്തിട്ട് കീസിൽ നിന്ന് ഒരു 100 റുപ്യ എടുത്തിട്ട് ഉസ്താദിന് കൊടുത്തു. അപ്പോൾ ഉസ്താദ് 100 റുപ്യ കാണിച്ചിട്ട് ഇവരോട് പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾ 60 റുപ്യ ആണെങ്കിൽ നിങ്ങൾ തന്ന എനിക്ക് 60 റുപ്യല്ലേ ആകെ കിട്ടുക. ഞാൻ അവിടെ നിന്ന് കണ്ട് നടന്നു വരുന്നത്. ഇപ്പം എനിക്ക് കാറും വന്ന് ഞാൻ 60 റുപ്യ ഉസ്താദിന് കൊടുത്തും ചെയ്ത്, എനിക്ക് 100 റുപ്യ വേറെ കിട്ടുകയും ചെയ്തു. ഇത് നമ്മൾ കണക്കൂട്ടിയേ കിട്ടൂല. ഇത് നമ്മളെങ്ങനെ കണക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടേണ്ട ഉത്തരമല്ലത്. ഇതിനാണ് തവക്കുൽ എന്ന് പറയാം. ഈ ഒരു മർത്തബയിലേക്ക് എത്തണമെങ്കിൽ അതൊരു നമ്മളെന്താ ചെയ്യുക, നമ്മൾ തന്നെ ജീവിച്ച് എത്തുക എന്നുള്ളതാണ് അതിനുള്ള മാർഗ്ഗം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ ചർച്ചകൾ അവസാനിക്കുകയാണ്. തസവൂഫിലൂടെ നമുക്ക് ട്രാങ്കുലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അതാണ് അതിൻ്റെ യഥാർത്ഥ വഴി എന്നുകൂടി പറയുന്നതോടൊപ്പം തന്നെ ഇൽമുൽ കലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള തസവൂഫിലേക്ക് എത്താതെ, ഇൽമുൽ കലാം എന്ന് പറയുന്നത് എല്ലാ മഹാന്മാരും കേരളത്തിൻ്റെ പാരമ്പര്യത്തിലും നമ്മുടെ ഉലമാക്കളുടെ പാരമ്പര്യത്തിലുമെല്ലാം ഇൽമുൽ കലാം എന്ന് പറയുന്ന വളരെ ആഴത്തിലുള്ള പഠനങ്ങളും അതിലുള്ള ആലോചനകളുമൊക്കെ സജീവമായി തന്നെ ഉണ്ടാവേണ്ടതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ പരിപാടി അവസാനിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുത്ത, ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ഫൈസൽ ഹസനി ഉസ്താദ്, അതേപോലെ തന്നെ അബ്ദുൽ ബാരി ഉസ്താദ്, അതേപോലെ സഫീർ താനാളൂർ, അല്ലാഹു തആല ഈ ഒരു ചർച്ച ഹൈറായ രീതിയിലുള്ള ഉപകാരമുള്ളതാക്കി ചർച്ച മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.